ഗുഡ് ഈവനിങ്. ഇന്ന് നടന്ന ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലത്തെ അതും അതിന്റെ കൂടെ തന്നെ അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലത്തെ അസിസ്റ്റന്റിനുള്ള എക്സാമിന്റെ ബാങ്കിങ് സംബന്ധിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 40 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. എന്റെ കാഴ്ചപ്പാടിൽ അത് വളരെ ഈസി ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഈ 40 ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് മാത്രമല്ല, നമ്മൾ വിവിധ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് 40. അതിന് പുറത്തൊരു ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അത് മാത്രമല്ല, സാധാരണ ഒരു പരീക്ഷയ്ക്ക് കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, പിന്നെ ഒരു കുറച്ച് മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, പിന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതിന് തന്നെ വളരെ ടഫായ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എല്ലാം ഒരു വിത്തിൻ ഈസി ഓർ മീഡിയം ടൈപ്പ്, അല്ലാതെ വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടെ ചോദിച്ചിട്ടില്ല. അത് മാത്രമല്ല, ചില പ്രാവശ്യം നമുക്ക് ചില ക്വസ്റ്റ്യൻസ് 2ഉം 3ഉം പ്രാവശ്യം വായിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. ഇത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒറ്റ പ്രാവശ്യം തന്നെ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഡിഫിക്കൽട്ടേ അല്ല, സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്തവർക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. മുമ്പെയുള്ള പല ക്വസ്റ്റ്യൻസിലും പല പ്രാവശ്യവും നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടായിരുന്നു. ഇതാണോ, എ ആണോ, ബി ആണോ, അല്ലെ സി ആണോ? ഇവിടെ അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല. അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഈസി ആയിരുന്നു, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ബാങ്കിങ്ങിന്റെ 51 to 90 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഏതാണ് ശരി, എന്തുകൊണ്ടാണ് അത് ശരി, എന്തുകൊണ്ട് മറ്റേതെല്ലാം ശരിയല്ല എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത്, അണ്ടർ വിച്ച് ബാങ്കിങ് സിസ്റ്റം ബാങ്ക്സ് ഓപ്പറേറ്റ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ്. എളുപ്പത്തിലാണ്, വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ബാങ്കിങ് സിസ്റ്റത്തില് പല ഡിഫറെന്റ് സിസ്റ്റംസ് ഉണ്ട്. യൂണിറ്റ് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, അങ്ങനെ പല സിസ്റ്റം ഉണ്ട്. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണിത്. ഇതിൽ ഏതാണ് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ്? ആ ക്വസ്റ്റ്യൻ തന്നെ അതിന്റെ ആൻസറും ഉണ്ട്. നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് ബാങ്കിങ് ആണ്. അവിടെ കൺഫ്യൂഷന്റെ ഒരാവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സി എന്ന ഓപ്ഷനിലേക്ക് പോകാം. യൂണിറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാല്, യൂണിറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് അമേരിക്കയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ഒറ്റ ബാങ്കിന്, ഒരു ബാങ്കിന് ഒറ്റ ഓഫീസേ ഉണ്ടാവുള്ളൂ. അതിന് ഒന്ന് കൂടുതൽ ഓഫീസില്ല, ഒറ്റ ഓഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു ലോക്കൽ ഏരിയയിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണ് യൂണിറ്റ് ബാങ്കിങ്. അതുകൊണ്ട് അതല്ല, നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് ആണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് ചെയിൻ ബാങ്കിങ്. അത് പല ഡിഫറെന്റ് ബാങ്കുകള് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ അധീനതയുള്ള രണ്ടിൽ കൂടുതൽ ബാങ്കുകള് അവരൊരു ചെയിൻ പോലെ വർക്ക് ചെയ്യുന്നതാണ്. വേറെ ബാങ്കുകളാണ്. ABC ബാങ്ക്, XYZ ബാങ്ക്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബാങ്ക്സ്, ഡിഫറെന്റ് ബാങ്ക്സ്. അവര് ഒരു കോമൺ ഓണർഷിപ്പിലോ അല്ലെങ്കിൽ കോമൺ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഡിഫറെന്റ് ബാങ്ക്സ് ചേർന്നിട്ട് പ്രവർത്തിക്കുന്നതാണ് ചെയിൻ ബാങ്ക്. പക്ഷെ ഇവിടെ ഒരു ബാങ്ക് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസിൽ വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ അതും അല്ല. മൂന്നാമത്തത് ഗ്രൂപ്പ് ബാങ്കിങ് ആണ്. അതും ഡിഫറെന്റ് ബാങ്ക്സ് ഒരു കോമൺ ഓണർഷിപ്പിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുമല്ല. റൈറ്റ് ഓപ്ഷൻ ബ്രാഞ്ച് ബാങ്കിങ് ആണ് അതിന്റെ റൈറ്റ് ഓപ്ഷൻ. ബ്രാഞ്ച് ബാങ്കിങ്ങിൽ എങ്ങനെയാണ് വരിക? ഒരു സെൻട്രൽ ഓഫീസ് ഉണ്ട്, അവരുടെ ഹെഡ് ഓഫീസ് ഉണ്ടാകും. ആ ഹെഡ് ഓഫീസിന്റെ അണ്ടറിൽ ഡിഫറെന്റ് കൺട്രോളിങ് ഓഫീസ് ഉണ്ടാകും. ആ കൺട്രോളിങ്ങിന്റെ ഓഫീസിന്റെ അടുത്ത് കുറേ ബ്രാഞ്ചസ് ഉണ്ടാകും. ഡിഫറെന്റ് ബ്രാഞ്ചസ്, ഡിഫറെന്റ് ലൊക്കേഷൻസിൽ, പല ലൊക്കേഷനിൽ. പിന്നെ കൺട്രോൾ എല്ലാം ഒരു സ്ഥലത്ത് നിന്നായതുകൊണ്ട് അവരുടെ പോളിസി, ഫ്രെയിം വർക്ക്, നേച്ചർ ഓഫ് സർവീസ്, അവരുടെ പ്രൊഡക്ട്സ് എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ഉണ്ട്. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമ്മൾക്ക് ആൻസർ കൊടുക്കാം, ബ്രാഞ്ച് ബാങ്കിങ്. രണ്ടാമത്തത് നമ്മൾ അതിന്റെ പറയുന്നതിന്റെ തുടർച്ചയായിട്ട് വരുന്നതാണ്. യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം ഈസ് പോപ്പുലർ ഇൻ USA. യൂണിറ്റ് ബാങ്കിങ് ഉടലെടുത്തത് അമേരിക്കയിലാണ്. അവിടുത്തെ ബാങ്കിങ് സിസ്റ്റം, ബാങ്കിങ് ലോസ് പ്രകാരം ഇനീഷ്യലി അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം ഉടലെടുത്തത് UK-യിലാണ്. നമ്മൾ ഇന്ത്യയിലും ഫോളോ ചെയ്യുന്നത് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം ആണ്. ഇതൊക്കെ നമ്മൾ
ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം ഈസ് പോപ്പുലർ ഇൻ USA, അത് റൈറ്റ് ഓപ്ഷൻ ആണ്. ബ്രാഞ്ച് ബാങ്കിങ് പ്രൊമോട്ട്സ് യൂണിഫോം ബാങ്കിങ് പ്രാക്ടീസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സെൻട്രൽ ഓഫീസിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവ പോളിസി, പ്രൊസീജിയർ, പ്രൊഡക്ട്സ് എല്ലാം സെയിം ആയിരിക്കും, യൂണിഫോം ആയിരിക്കും. ഇവിടെ ഈ ബ്രാഞ്ചിൽ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടോ അത് തന്നെ മറ്റേ ബ്രാഞ്ചിലും പ്രൊഡക്റ്റ് ഉണ്ട്. ഇവിടെ എത്രയാണോ ഇൻട്രസ്റ്റ് അത് തന്നെയാണ് മറ്റേ ബ്രാഞ്ചിലും ഇൻട്രസ്റ്റ്. അപ്പൊ ബ്രാഞ്ച് ബാങ്കിങ് പ്രൊമോട്ട്സ് യൂണിഫോം ബാങ്കിങ് പ്രാക്ടീസസ്, അതും കറക്റ്റ് ആണ്. രണ്ടും കറക്റ്റ് ആണ്, ഒരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല. അപ്പൊ അതിന്റെ റൈറ്റ് ഓപ്ഷൻ ഏതാണ്? രണ്ടും സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻ വരുന്നു ബോത്ത് ട്രൂ എന്നാണ് അതിന്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നു. ഇതും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത്, വിച്ച് ഡെപ്പോസിറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ കാസ? കാസയിലെ പേര് തന്നെ ഉണ്ട്, കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട്. ഇതും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാസ, കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട്, ആ പേര് തന്നെ അതുണ്ട്. അപ്പൊ ഇവിടെ ഓപ്ഷൻ കൊടുത്തത് കറണ്ട് ആൻഡ് സേവിങ്സ് ഡെപ്പോസിറ്റ്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് അത്. കാസയുടെ ഫുൾ ഫോം എന്താണ്? കാസയുടെ ഏതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? കറണ്ട് അക്കൗണ്ടും സേവിങ്സ് ഡെപ്പോസിറ്റും ആണ്. നമുക്കറിയാം ഡെപ്പോസിറ്റ് രണ്ട് തരത്തിലാണ്. ഒന്ന് ഡിമാൻഡ് ഡെപ്പോസിറ്റ്, മറ്റേത് ടേം ഡെപ്പോസിറ്റ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് പറഞ്ഞാൽ കസ്റ്റമർക്ക് ഏത് സമയത്ത് ഡിമാൻഡ് ചെയ്യുന്നു ആ സമയത്ത് ബാങ്ക് ക്യാഷ് കൊടുക്കണം, അവരുടെ ഫണ്ട് അവർക്ക് തിരിച്ചു എടുക്കാൻ അനുവദിക്കണം. അതാണ് ഡിമാൻഡ്. അവർ ഡിമാൻഡ് ചെയ്യുമ്പോഴും അത്രേ കൊടുക്കണ്ടോ. മറ്റേത് ടേം ഡെപ്പോസിറ്റ് ഓർ ടൈം ഡെപ്പോസിറ്റ്. ടേം ഡെപ്പോസിറ്റ് ഓർ ടൈം ഡെപ്പോസിറ്റ് അതൊരു പീരീഡിന് വെക്കുന്നതാണ്, ഒരു പർട്ടിക്കുലർ പീരിയഡ്. അപ്പൊ നമുക്ക് ഡിമാൻഡ് ഡെപ്പോസിറ്റിലാണ് കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും അതിനകത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് കാസ ഏതാണെന്നാണ് ചോദ്യം. അതിന് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട്, അതാണ് കറക്റ്റ് ഓപ്ഷൻ. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടേം ഡെപ്പോസിറ്റ് ആണ്, അതിനകത്ത് വരുന്നില്ല. റിക്കറിംഗ് ഡെപ്പോസിറ്റും ടേം ഡെപ്പോസിറ്റ് ആണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റും ഇലക്ട്രോണിക് ഫോമില് ബാങ്കുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന FD തന്നെയാണ് അപ് ടു 1 year, 7 days to 12 months. അതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിന്റെ ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്നതാണ്. FDR നമ്മൾക്കറിയാം, ദിസ് ഈസ് നോട്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ബട്ട് ദിസ് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അത് കാരണം അത് ഉസാൻസ് പ്രോമിസറി നോട്ട് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കാസയിൽ ഏതാണെന്ന് ചോദിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ആൻസർ പറയാൻ പറ്റും. കറണ്ട് ആൻഡ് സേവിങ്സ് ഡെപ്പോസിറ്റ് ആണ് എന്ന് നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. അടുത്ത, ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ കൊമേഴ്സ്യൽ ബാങ്ക് ഈസ് മെയിൻലി ബേസ്ഡ്. ഇത് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതാണ്, ചെറിയൊരു കൺഫ്യൂഷൻ. പക്ഷെ നമുക്ക് കുറച്ച് വായിച്ചവർക്ക് ഈസി ആയിട്ട് കിട്ടും ചെയ്യും. ക്രെഡിറ്റ് ക്രിയേഷൻ, ബാങ്ക് എങ്ങനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ നടത്തുന്നത്? ബാങ്കിന് ഏതാണ് റോ മെറ്റീരിയൽസ്? ലോൺ കൊടുക്കണമെങ്കിൽ എന്താണ്, എവിടെ നിന്നാണ് ഫണ്ട് കിട്ടുന്നത്? ഡെപ്പോസിറ്റ് ആണ്. നമുക്ക് വാട്ട് ഈസ് ബാങ്കിങ്? accepting deposit for the purpose of lending. ഇപ്പൊ ഡെപ്പോസിറ്റ് എടുത്തിട്ട് ലെൻഡ് ചെയ്യുക, ഇതാണ് ബാങ്കിന്റെ മെയിൻ ബിസിനസ്. ഇപ്പൊ ലെൻഡ് ചെയ്യാൻ റിസോഴ്സ് ഏതാണ്? ഡെപ്പോസിറ്റ് ആണ്. അപ്പൊ ഇവിടെ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലോൺ കൊടുക്കണമെങ്കിൽ, കൂടുതൽ ലോൺ കൊടുക്കണമെങ്കിൽ ബാങ്കിന് എവിടെ നിന്ന് ഫണ്ട് വരണം? കസ്റ്റമർ അടുത്ത് നിന്ന് വരണം. ഇപ്പൊ രണ്ട് തരത്തിലുള്ള ഡെപ്പോസിറ്റ് നമ്മൾ ഈ ഇതിൽ നമ്മൾ പറയാറുണ്ട്. ഒന്ന് പ്രൈമറി ഡെപ്പോസിറ്റും രണ്ടാമത്തെ ഡിറൈവ്ഡ് ഡെപ്പോസിറ്റും. പ്രൈമറി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റമർ അവരുടെ കയ്യിലുള്ള ക്യാഷ് ബാങ്കിന് കൊണ്ടു കൊടുക്കുന്നു. അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അത് ബാങ്കിന് കൊടുക്കുന്നു, കസ്റ്റമർ കൊണ്ടു കൊടുക്കുന്നു. അത് നമ്മൾ പാസീവ് ഡെപ്പോസിറ്റും എന്നും പറയാറുണ്ട് ഇതിന്. ഈ പ്രൈമറി ഡെപ്പോസിറ്റ് കസ്റ്റമർ കൊടുക്കുന്ന പൈസയാണ്, കസ്റ്റമർ ബാങ്കിന് കൊണ്ടു കൊടുക്കുന്ന പൈസ. ബാങ്ക് എന്ത് ചെയ്യും? ഈ പൈസ എടുത്തിട്ട് ലോണ് കൊടുക്കുന്നു. ഒരാൾക്ക് പേഴ്സണൽ ലോണ് കൊടുക്കുന്നു, അല്ലെ ഹൗസിംഗ് ലോണ് കൊടുക്കുന്നു, അല്ലെ വേറെ തരുന്ന ലോണ് കൊടുക്കുന്നു. ഈ ലോണ് കൊടുക്കുമ്പോൾ ഈ ഡെപ്പോസിറ്റ് എടുത്തിട്ടാണ് ലോണ് കൊടുക്കുന്നത്. അപ്പൊ അയാൾക്ക് പേഴ്സണൽ ലോണ് കൊടുക്കുമ്പോൾ എന്താണ് ചെയ്യുക? ബാങ്ക് എന്താ ചെയ്യുക? ഈ ഡെപ്പോസിറ്റ് അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. അതായത് ലോൺ കൊടുത്തു,
കസ്റ്റമറുടെ കാശ് എടുത്തിട്ട് ആഫ്റ്റർ CRR SLR എത്രയാണോ അത് വെച്ചിട്ട് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എത്രയാണോ അത് കഴിച്ചിട്ട് ബാക്കിയുള്ള ഫുള്ള് കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾക്ക് CRR SLR വെച്ചിട്ട് ബാക്കി കാശ് മാത്രമേ നമ്മൾക്ക് ലോണായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ CRR SLR കഴിഞ്ഞിട്ട് സപ്പോസ് കിട്ടിയത് 10 ലക്ഷം രൂപയാണ് എന്ന് വിചാരിക്കുക. 10 lakh ആണ് കിട്ടിയത്. ഈ 10 ലക്ഷത്തിന് CRR SLR രണ്ടും കൂടെ കൂട്ടിയിട്ട് 20% ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ 10 ലക്ഷത്തിന്റെ 20%, 2 ലക്ഷം പോയാല് ബാക്കി 8 ലക്ഷം ബാക്കി കയ്യിലുണ്ട്. ബാങ്ക് ഈ 8 ലക്ഷം ഒരാൾക്ക് ഒരു ലോൺ കൊടുത്തു എന്ന് വിചാരിക്കുക. ലോണായിട്ട് കൊടുത്തു, പേഴ്സണൽ ലോൺ ഓർ സം അതർ ലോൺ കൊടുത്തു. ഇത് ക്യാഷ് ആയിട്ടല്ല കൊടുക്കുന്നത്, അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കസ്റ്റമറുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഒറിജിനൽ ഉണ്ടായിരുന്ന ഡിറൈവ്ഡ് ഡെപ്പോസിറ്റ് പറഞ്ഞാൽ വേറെ ഒന്നിന്ന് വന്നതാണ് ഡിറൈവ്ഡ്. അപ്പൊ ഈ ഒറിജിനൽ 10 ലക്ഷത്തിന്റെ ഡെപ്പോസിറ്റിന്ന് ഡിറൈവ് ചെയ്ത് 8 ലക്ഷം ലോൺ കൊടുത്തു. ഈ 8 ലക്ഷം അവരുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അവരുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതും ഡെപ്പോസിറ്റ് ആയി. അങ്ങനെ വരുന്ന ഡെപ്പോസിറ്റ് ആണ് ഡിറൈവ്ഡ് ഡെപ്പോസിറ്റ്. ഒന്നിൽ നിന്ന് വന്നത് ആണ് ഡിറൈവ്ഡ് ഡെപ്പോസിറ്റ്. അപ്പൊ നമ്മൾക്ക് ഇപ്പോഴ് 8 ലക്ഷം അയാൾക്ക് കൊടുത്തു. 8 ലക്ഷം കൊടുത്തു. ഈ 8 ലക്ഷം ബാങ്കിന്റെ കയ്യിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്തത്. ഈ 8 ലക്ഷത്തിൽ അഗൈൻ ഇതിനകത്ത് 20% CRR കൊടുക്കണം. അതായത് 1.6 lakhs CRR കൊടുക്കണം. ബാക്കി 6.4 lakhs വീണ്ടും ലോൺ കൊടുക്കാം. ഇങ്ങനെ ലോണുകൾ കൊടുത്തുകൊണ്ടേയിരിക്കാം ബാങ്കിന്, ഡിറൈവ് ചെയ്തിട്ട് ഒന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. അപ്പൊ നമ്മൾക്ക് കസ്റ്റമറുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഡെപ്പോസിറ്റ് കൊണ്ടും നമുക്ക് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനോട് ചേർന്നിട്ട് ലോണ് കൊടുത്തിട്ട് ആ ലോണ് ഡെപ്പോസിറ്റിൽ ഇട്ടിട്ട് അങ്ങനെ നമുക്ക് വീണ്ടും ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇത് രണ്ടും വരുന്നുണ്ട്. അപ്പൊ പ്രൈമറി ഡെപ്പോസിറ്റ് കൊണ്ടും വരും, ഡിറൈവ്ഡ് ഡെപ്പോസിറ്റ് കൊണ്ടും വരും. അപ്പൊ ഇത് മാത്രം എന്ന് പറയുമ്പോൾ തെറ്റാണ്, ഇത് മാത്രം എന്ന് പറയുമ്പോൾ അതും തെറ്റാണ്. അപ്പൊ ഇത് പ്രൈമറി ആൻഡ് ഡിറൈവ്ഡ് ഡെപ്പോസിറ്റ്, അതാണ് റൈറ്റ് ഓപ്ഷൻ. നമ്മള് പ്രൈമറി ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം, അത് ചാടിപ്പോയി ടിക്ക് ചെയ്താല് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മാർക്ക് പോകും. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വന്നാല് നമ്മള് ആദ്യത്തെ കറക്റ്റ് ആണ്, പ്രൈമറി ഡെപ്പോസിറ്റ് ഉണ്ട്, നമുക്ക് ക്രെഡിറ്റ് ക്രിയേഷൻ നടത്താം, ആരും അല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് ശരിയായ ആൻസർ അല്ല, അതിനേക്കാൾ ശരിയായ ആൻസർ പിറകില് വരുന്നുണ്ട്. ഇതാണ് റൈറ്റ്. ഇത് ടിക്ക് ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ, മറ്റേത് ടിക്ക് ചെയ്താല് മാർക്ക് കിട്ടുക ഇല്ല. അപ്പൊ ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് മെയിൻലി ബേസ്ഡ് ഓൺ ബോത്ത് പ്രൈമറി ആൻഡ് ഡിറൈവ്ഡ് ഡെപ്പോസിറ്റ്. അപ്പൊ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അടുത്ത 55 സ്റ്റേറ്റ്മെന്റ് 1, RBI ആക്ട്സ് ആസ് ബാങ്കർ ടു ഗവൺമെന്റ്. RBI ആക്ടിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. RBI ആക്ടിലെ 2 സെക്ഷൻ 20 RBIയുടെ ഒബ്ലിഗേഷൻ ആണ് ടു ആക്ട് ആസ് ദ ബാങ്കർ ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ബാങ്കറായിട്ട് ആക്ട് ചെയ്യുക എന്നതൊരു ഒബ്ലിഗേഷൻ ആണ് RBIനെ സംബന്ധിച്ചോളം സെക്ഷൻ 20 പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല RBIയുടെ അവർക്കുള്ള ഫണ്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ RBIയുടെ അതിനൊക്കെ ബാങ്കാണ് RBI ആണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സെക്ഷൻ 21 പറയുന്നുണ്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ ഇഷ്യൂ ചെയ്യേണ്ടത്. ഗവൺമെന്റ് ഫണ്ടൊക്കെ വേണ്ടി വരുമ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നു. ഇതൊക്കെ ആരുടെ മുഖാന്തരമാണ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓൾ ഡൺ ത്രൂ RBI. അവർ ഒബ്ലിഗേഷൻ ആണ്. RBI ആണ് ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇതൊക്കെ സെയില് പർച്ചേസ് അതൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തം RBIക്ക് ഉണ്ട് ആസ് പെർ സെക്ഷൻ 20. സെക്ഷൻ 21 പറയുന്നത് RBIയുടെ റൈറ്റ് ടു ഫങ്ഷൻ ആസ് ദി ബാങ്കർ ടു ദി ഗവൺമെന്റ്. ബാങ്കിങ് ബിസിനസ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ബാങ്കിങ് ബിസിനസ് ഒക്കെ RBI ആണ് ചെയ്യേണ്ടത് എന്ന് സെക്ഷൻ 21 പറയുന്നു. അപ്പൊ RBI acts as the banker to the government ശരിയാണ് as per both section 20 and 21. This is obligation, this is right. ആദ്യത്തെ section 20 obligation ആണ്, section 21 right of the RBI ആണ്. അടുത്തത് അപ്പൊ ഇത് ശരിയാണ്, ഇത് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2
RBI provides ways and means advance to state government. Section 17(5) ഓഫ് RBI ആക്ടിലാണ് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസിനെ പറ്റി പറയുന്നത്. എന്താണ് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ്? ഷോർട്ട് ടേം ലോൺ ആണ്, അപ് ടു 90 days. ഗവൺമെന്റിന് റിസീറ്റ് ഉണ്ട്, പേയ്മെന്റ് ഉണ്ട്. റിസീറ്റ് വരും, മറ്റു പല ടാക്സും അതും ഇതുമെല്ലാമായിട്ട് റിസീറ്റ് വരും, അതുപോലെ പല പേയ്മെന്റും ഉണ്ട്. പലപ്പോഴും അതില് ഗ്യാപ്പ് വരും. ചിലവ് ഇപ്പം വരും, നമുക്ക് റിസീറ്റ് കിട്ടുന്നത് ചിലപ്പോൾ കുറച്ചാൾ കഴിഞ്ഞിട്ടായിരിക്കും. ഒരു ഗ്യാപ്പ് വരും. ടു ബ്രിഡ്ജ് ഗ്യാപ്പ്, ഈ രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ്, റിസീറ്റും പേയ്മെന്റും തമ്മിലുള്ള ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് ടേം ആയിട്ട് കൊടുക്കുന്ന ലോണാണ് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ്. ഇത് നോർമലി 90 days ആണ് കൊടുക്കുന്നത്. ഈ 90 days അത് ക്ലിയർ ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഓവർ ഡ്രാഫ്റ്റ് ആവും. ഓവർ ഡ്രാഫ്റ്റ് ആകുമ്പോൾ പലിശ കൂടുതലാണ്. അപ്പൊ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിനും കൊടുക്കാം, സെൻട്രൽ ഗവൺമെന്റിനും കൊടുക്കാം. വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് സ്റ്റേറ്റ് ഗവൺമെന്റിനും കൊടുക്കാം, സെൻട്രൽ ഗവൺമെന്റിനും കൊടുക്കാം. ആദ്യം തന്നെ തീരുമാനിക്കും ഇത്ര സ്റ്റേറ്റ് ഗവൺമെന്റ്, കേരള ഗവൺമെന്റിന് ഇത്ര കൊടുക്കാം, അത്ര വരെ കേരള ഗവൺമെന്റിന് എടുക്കാം, അതിന്റെ മേലെ പോകാൻ പറ്റൂല. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിനും ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇത് 6 മാസം മുമ്പേ 6 months ആണ് വെക്കാറ്. സെപ്റ്റംബർ വരെ, ഏപ്രിൽ ടു സെപ്റ്റംബർ, ഒക്ടോബർ ടു മാർച്ച്, അങ്ങനെ 2 term ആയിട്ടാണ് ഇതിന്റെ എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഫിക്സ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പൊ നമുക്ക് എത്ര എടുക്കാൻ പറ്റുന്ന ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനും അറിയാം. അപ്പൊ ഇത് RBIയുടെ ഡ്യൂട്ടിയാണ് ആസ് പെർ സെക്ഷൻ 17(5) ഓഫ് RBI ആക്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് റൈറ്റ് ഓപ്ഷൻ ബോത്ത് ആർ ട്രൂ ആണ് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഇതും യാതൊരു കൺഫ്യൂഷനും സാധ്യത ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താണ്? RBI ഞാൻ നേരത്തെ പറഞ്ഞു ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ ഡീൽ ചെയ്യുന്നത് RBI ആണ്. ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റ് സെക്യൂരിറ്റി, ഈവൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോണും RBIക്ക് ഡീൽ ചെയ്യാവുന്നതാണ്. ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് ഒക്കെ ഡീൽ ചെയ്യുന്നത് RBI ആണ്. അപ്പൊ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താണ്? മാർക്കറ്റിൽ ലിക്വിഡിറ്റി കൂടുതലായി എന്ന് വിചാരിക്കുക. ഒരുപാട് പൈസ മാർക്കറ്റിൽ ഉണ്ട്. ഒരുപാട് പൈസ മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ ഇഷ്യൂസ് വരും. നമുക്കതിന് ഇൻഫ്ലേഷൻ കൂടും, പ്രശ്നങ്ങൾ വരും. അതേസമയം മാർക്കറ്റിൽ പൈസ തീരെ ഇല്ലെങ്കിലോ ഡിഫ്ലേഷൻ വരും. അതും ആകാൻ പാടില്ല, ഇതും ആകാൻ പാടില്ല. നമുക്കറിയാം RBIക്ക് മോണിറ്ററി ഒരു റേറ്റ് കൊടുത്തിട്ടുണ്ട് 4% പ്ലസ് ഓർ -2%. ഇതിന്റെ ഉള്ളിലായിരിക്കണം ഇൻഫ്ലേഷൻ വരുന്നത്. 4% പ്ലസ്, ദാറ്റ് ഈസ് മാക്സിമം 6%, 4% -2%. ഈ 2%-നും 6%-നും ഇടയിലായിരിക്കണം. മോണിറ്ററി പോളിസി കമ്മിറ്റി RBIയുടെ നേതൃത്വത്തിലാണ് ഉള്ളത്. RBIയുടെ ചെയർമാനാണ് അതിന്റെ ഹെഡ്. അവർക്ക് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് ആണ് 4% പ്ലസ് ഓർ -2%. അപ്പൊ ഇവിടെ ഇൻഫ്ലേഷൻ വളരെ കൂടിയാല് അതും പ്രശ്നമാണ്. ഇൻഫ്ലേഷൻ തീരെ ഇല്ലാതെ ഡിഫ്ലേഷനും ആകാൻ പാടില്ല. ഈ മാർക്കറ്റിൽ കൂടുതൽ പൈസ വരുമ്പോൾ മാർക്കറ്റിൽ അവൈലബിലിറ്റി ഓഫ് ഫണ്ട് വളരെ കൂടുതലാകുമ്പോൾ, ലിക്വിഡിറ്റി വളരെ കൂടുതലാകുമ്പോൾ RBI എന്ത് ചെയ്യും? ഫണ്ട്, ലോട്ട് ഓഫ് ഫണ്ട്സ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അപ്പൊ RBI എന്ത് ചെയ്യും? RBI വിൽ സെൽ സെക്യൂരിറ്റീസ്. ഓപ്പൺ മാർക്കറ്റിൽ സെക്യൂരിറ്റി സെയിൽ ചെയ്തിട്ട് ആ ക്യാഷ് RBI എടുക്കും. നമുക്ക് സെക്യൂരിറ്റി സെയിൽ ചെയ്യുമ്പോൾ ആൾക്കാരെന്താ കൊടുക്കേണ്ടത്? ക്യാഷ് കൊടുക്കണം. ആ ക്യാഷ് എടുത്തിട്ട് സെക്യൂരിറ്റീസ് കൊടുക്കും. ഓപ്പൺ മാർക്കറ്റിലാണ് ചെയ്യുന്നത്. അതുപോലെ തീരെ ഫണ്ടില്ല, പൈസ ഇല്ല, മാർക്കറ്റിൽ പൈസയേ ഇല്ല, ഡിഫ്ലേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ RBI എന്ത് ചെയ്യും? RBI വിൽ പർച്ചേസ് ദ സെക്യൂരിറ്റീസ്. മാർക്കറ്റിലുള്ള സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഇത് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് എന്താ കൊടുക്കുക? മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർക്ക് ക്യാഷ് കൊടുക്കും. ക്യാഷ് മീൻസ് ഫണ്ട് കൊടുക്കും. അപ്പൊ മാർക്കറ്റിൽ ഫണ്ട് കിട്ടും. അപ്പൊ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താണ് ചെയ്യുന്നത്? പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. എപ്പോഴാണ് പർച്ചേസ് ചെയ്യുന്നത്? മാർക്കറ്റിൽ ക്യാഷ് കുറയുമ്പോൾ പർച്ചേസ് ചെയ്യുന്നു. എപ്പോഴാണ് സെയിൽ ചെയ്യുന്നത്? മാർക്കറ്റിൽ പൈസ കൂടുമ്പോൾ സെയിൽ ചെയ്യുന്നു. സെയിൽ ചെയ്യുമ്പോൾ സ്ക്യൂസ് ചെയ്യുന്നു, ഉള്ള പൈസ പമ്പ് ചെയ്ത് എടുക്കുന്നു. പൈസ ഇല്ലാത്തപ്പോൾ പർച്ചേസ് ചെയ്തിട്ട് ക്യാഷ് അവർക്ക് കൊടുക്കുന്നു. അപ്പൊ ഇത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ്
ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. ഇതും ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ? നമുക്കറിയാം ക്രെഡിറ്റ് കൺട്രോൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ്, അതിന്റെ വേറൊരു പേരാണ് ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ. ജനറൽ ക്രെഡിറ്റ് ഇതെല്ലാവർക്കും ബാധകമാണ്. എല്ലാ ഇതിലും ബാധകമാണ്. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഓർ ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ. രണ്ടാമത് ക്വാളിറ്റേറ്റീവിൽ വരുന്ന സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആണ്. സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ചിലതിൽ മാത്രമേ അത് എഫക്ട് ചെയ്യുന്നുള്ളൂ, ചില സ്ഥലത്ത് മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ, ജനറൽ ആയിട്ട് എഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾക്ക് ഇതാണ് ചോദിച്ചിട്ടുള്ളത്, ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. നമുക്ക് ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ് ചോദിച്ചിട്ടുള്ളത്, സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ബാങ്ക് റേറ്റ് കൂട്ടാം, ബാങ്ക് റേറ്റ് കുറയ്ക്കാം. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ബാങ്ക് റേറ്റ് കൂടുമ്പോൾ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കുമ്പോൾ അതിന് റേറ്റ് കൂടും. റേറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ എടുക്കുന്നത് കുറയും, മാർക്കറ്റിൽ അവൈലബിലിറ്റി കുറയും ഫണ്ട്. അതുപോലെ തന്നെ CRR കൂട്ടുമ്പോഴെന്താ ചെയ്യുന്നത്? ബാങ്കിന്റെ കയ്യിൽ കൊടുക്കാനുള്ള കാശ് കുറയും. അത്രയും അവിടെ റിസർവായിട്ട് വെക്കണം. അപ്പൊ ലോൺ കൊടുക്കാനുള്ള പൈസ കുറയും. ലോൺ കൊടുക്കാനുള്ള പൈസ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? പലിശ കൂടും. നമ്മളടുത്ത് ഫണ്ട് കുറവേ ഉള്ളൂ, ആവശ്യക്കാർ കൂടുതലുണ്ട്. എപ്പോഴും അങ്ങനെയാണല്ലോ. നമുക്ക് ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവാകുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ഇൻക്രീസ്. ഇപ്പൊ CRR കുറയുമ്പോൾ നമുക്ക് സപ്ലൈ കുറയും. സപ്ലൈ കുറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ഇൻക്രീസ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആൾക്കാർ അത്ര പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എഗെയിൻ അവര് എടുക്കുന്നത് കുറയും. ഇപ്പൊ മാർക്കറ്റില് ഫണ്ടിന്റെ വ്യത്യാസം വരും. അതുപോലെ തന്നെ SLR വെക്കുമ്പോഴും ബാങ്കിന്റെ കയ്യിൽ കിട്ടുന്ന കാശ് കുറയും. അപ്പൊ ഇത് മൂന്നും എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. ദിസ് ഈസ് ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ ആണ്, അല്ലെങ്കിൽ ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ ആണ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആണ്. അതിൽ പെടാത്തത് ഏതാണ്? മോറൽ സുവേഷൻ. എന്ന് പറഞ്ഞാല് RBI ബാങ്കുകളോട് പറയുകയാണ്, അവരെ പെർസ്വേഡ് ചെയ്യുകയാണ്, അവരോട് അഡ്വൈസ് കൊടുക്കുകയാണ്. നിങ്ങൾ ഇന്ന സ്ഥലത്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഫോർമൽ മീറ്റിങ്ങിൽ നിങ്ങൾ ഈ അഗ്രികൾച്ചറിലേക്ക് കൂടുതൽ കൊടുക്കുക, മറ്റേതിനകത്തേക്ക് കുറച്ച് കൊടുക്കുക, ഇത് ഇങ്ങനെ ചെയ്യും, നിങ്ങൾ പേഴ്സണൽ ലോൺ കുറയ്ക്കുക, അങ്ങനെയൊക്കെ പറയുന്നതാണ് മോറൽ സുവേഷൻ. ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. ഇതൊരു ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ് മോറൽ സുവേഷൻ എന്ന് പറയുന്നത്. ഇത് RBI പറയുന്ന ആര് ഇതിലാണോ ചെയ്യേണ്ടത് അവിടെ മാത്രമേ എഫക്റ്റ് ആവുന്നുള്ളൂ. ഇത് മൂന്ന് ജനറൽ ആയിട്ട് എല്ലാവർക്കും എഫക്റ്റീവ് ആണ്. അപ്പൊ ഇവിടെ റൈറ്റ് ഓപ്ഷൻ മോറൽ സുവേഷൻ ആണ്. RBI പെർസ്വേഡ് ചെയ്യുന്നു കൊമേഴ്സ്യൽ ബാങ്കിനെ, എവിടെ കൂടുതൽ കൊടുക്കണം, എവിടെ കുറവ് കൊടുക്കണം, ഇതൊക്കെ പെർസ്വേഡ് ചെയ്യുന്നതാണ് മോറൽ സുവേഷൻ എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് D ആണ് ഇവിടെ റൈറ്റ് ഓപ്ഷൻ. അടുത്തത് വെരി ഈസി ക്വസ്റ്റ്യൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. നമ്മൾ എല്ലാ ക്ലാസ്സിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഒന്ന് RBI ആക്ട്, ഒന്ന് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് RBI. RBI ആക്ട് 63/1934. RBI established on 1/4/1935. 1/4/1935. ഇവിടെ റൈറ്റ് ഓപ്ഷൻ 1930. ഇതും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് RBI ആക്ടിൽ ആദ്യം തന്നെ പറയുന്നതാണ് RBIയുടെ എപ്പോഴാണ് എസ്റ്റാബ്ലിഷ്മെന്റ്? 1935. 1/4/1935 ആദ്യത്തെ RBI ഗവർണർ ഓസ്മോണ്ട് സ്മിത്ത് ആണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പലവട്ടം ഡിസ്കസ് ചെയ്തതാണ്. ഇതും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ വളരെ ഈസി ആയിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നെയിം ഓഫ് ദ ബാങ്ക്സ് വിച്ച് വർ മെർജ്ഡ് ടു ഫോം ദ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ബാങ്കുകളൊക്കെ അലഹാബാദ് ബാങ്ക്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും സിൻഡിക്കേറ്റ് ബാങ്കിൽ റീസെന്റ് മർജ് ചെയ്ത ബാങ്കുകളാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയും സെൻട്രൽ ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്കെല്ലാം ഇപ്പോഴും ഉള്ള ബാങ്കുകളാണ്. ബാങ്ക് ഓഫ് ബറോഡയും കനറ ബാങ്കും ഇന്ത്യൻ ബാങ്കും ഇപ്പോഴും ഉള്ള ബാങ്കുകളാണ്. അപ്പൊ അതൊന്നും അല്ല. ബാക്കി ഏതാ ഉള്ളത്? ആകെ ഇതേ ഉള്ളൂ, ബാങ്ക് ഓഫ്
ബോംബെ, ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് മദ്രാസ്. ഈ 3 ബാങ്കുകൾ അത് മാത്രമേ ഉള്ളൂ. അതാണ് റൈറ്റ് ഓപ്ഷൻ താനും. 1921 ഇംപീരിയൽ ബാങ്ക് ഫോം ചെയ്തത്. അതിനു 3 ബാങ്ക് 1806 ബാങ്ക് ഓഫ് കൽക്കട്ട ഫോം ചെയ്തു. 1809 ഈ ബാങ്ക് ഓഫ് കൽക്കട്ടക്ക് പ്രസിഡൻസിയുടെ ചാർട്ടർ കിട്ടി. ചാർട്ടർ കിട്ടിയപ്പോൾ അതിന്റെ പേര് മാറ്റിയിട്ട് ബാങ്ക് ഓഫ് ബംഗാൾ എന്നാക്കി. ബംഗാൾ പ്രസിഡൻസിയുടെ ചാർട്ടർ കിട്ടിയപ്പോൾ ബാങ്ക് ഓഫ് ബംഗാൾ ആക്കി. അതിനുശേഷം 1840 ബാങ്ക് ഓഫ് ബോംബെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മുംബൈയുടെ പഴയ പേരാണ് ബോംബെ. 1843 ബാങ്ക് ഓഫ് മദ്രാസ്, ചെന്നൈയുടെ പഴയ പേരാണ് മദ്രാസ്. ഈ 3 ബാങ്കും ഫോം ചെയ്തു. അതിനുശേഷം 1921 ഈ 3 പ്രസിഡൻസി ബാങ്കുകളും പ്രസിഡൻസി ആക്ടിൽ വരുന്ന ബാങ്കുകളായിരുന്നു ഇത് 3. അത് ഈ 3 പ്രസിഡൻസി ബാങ്കിനെയും 1921 ഇംപീരിയൽ ബാങ്കായിട്ട് ഒറ്റ ബാങ്കായിട്ട് കൊണ്ടുവന്നു. ഈ ഇംപീരിയൽ ബാങ്കാണ് 1955 1 ജൂലൈ 1955 ആസ് പെർ SBI ആക്ട് SBI ആയിട്ട് മാറുന്നത്. അപ്പൊ SBIയുടെ നമ്മൾ പറയുമ്പോൾ SBIയുടെ തുടക്കം ബാങ്ക് ഓഫ് കൽക്കട്ട 1806 തുടങ്ങിയതാണ്. പിന്നെ എന്റെ പേര് മാറ്റി 1809 ബാങ്ക് ഓഫ് ബംഗാളായി. പിന്നെ 1840 ബാങ്ക് ഓഫ് ബോംബെ, 1843 ബാങ്ക് ഓഫ് മദ്രാസ്. ഇത് 3 ലയിപ്പിച്ചിട്ട് 1921 ഇംപീരിയൽ ബാങ്ക് ആയി. ഇംപീരിയൽ ബാങ്ക് 1955 ആസ് പെർ SBI ആക്ട് അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല. എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും മർജ് ചെയ്തിട്ടേ ഇല്ല, ഇതും മർജ് ചെയ്തിട്ടേ ഇല്ല. ഇതൊക്കെ അടുത്ത റീസണിലാണ്. അപ്പൊ അറിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ടിക്ക് കൊടുക്കാവുന്നതാണ്. സിക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം വരുന്നത്. Which of the statements regarding regional rural banks are correct? Regional rural ബാങ്കിനെ സംബന്ധിച്ചോളം താഴെ പറയുന്നത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. റീജിയണൽ റൂറൽ ബാങ്ക്സിനെ സംബന്ധിച്ചോളം ഏതൊക്കെയാണ് താഴെ പറയുന്നത് ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നമുക്ക് ചോദിച്ചാല് നമുക്ക് RRBs are primarily formed to lend priority sectors in rural and semi-urban area. നമുക്കത് കറക്റ്റ് ആണ്, നമുക്കറിയാം. നമുക്കൊന്ന് ബാക്കിയുള്ളത് നോക്കാം. RRBs were established under the provisions of the Banking Regulation Act. RRB എങ്ങനെയാണ് ഫോം ചെയ്തത്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. RRBs were formed as per RRB Act. RRB Act പ്രകാരമാണ് RRBs തുടങ്ങിയത്. അതിന്റെ ആദ്യം സെപ്റ്റംബർ 1975 ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു. സെപ്റ്റംബർ 1975 ഓർഡിനൻസ് കൊണ്ടുവന്നു. ആ ഓർഡിനൻസ് പ്രകാരം 2 ഒക്ടോബർ 1975 5 RRB സ്റ്റാർട്ട് ചെയ്തു. 5 RRB സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് ആദ്യത്തെ പ്രഥമ ഗ്രാമീണ ബാങ്ക് ആയിരുന്നു ഇത്. അതിനുശേഷം ഈ ഓർഡിനൻസ് മാറ്റിയിട്ട് RRB ആക്ട് ആയി. RRB ആക്ട് 1976. അപ്പൊ RRB ഫോം ചെയ്യുന്നത് ആസ് പെർ RRB ആക്ട് ആണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം അല്ല ബാങ്ക് ഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആസ് പെർ RRB ആക്ട്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ഒരു ബാങ്കും ഫോം ചെയ്തിട്ടില്ല. ഫോം ചെയ്തത് SBI ആക്ട് ആസ് പെർ SBI ആക്ട്, മറ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ആസ് പെർ ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ്സ് ആക്ട് 1970 and 1980. അപ്പൊ അങ്ങനെയാണ് ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്തത്. അല്ലാതെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം അല്ല തുടങ്ങിയത്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ദാറ്റ് ഈസ് റോങ്. മൂന്നാമത്തത്, the ownership structure of RRB is shared between the central government, state government and concerned sponsor bank. അതും കറക്റ്റ് ആണെന്ന് നമുക്കറിയാം. സെൻട്രൽ ഗവൺമെന്റ് 50% ഷെയർ സെൻട്രൽ ഗവൺമെന്റിൻ്റെത്, 15% ഷെയർ സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെത്, 35% ഷെയർ സ്പോൺസർ ചെയ്ത ബാങ്കിൻ്റെത്. ഇത് നമ്മൾക്കറിയാം. ഇവർ 3 ആളാണ് ഷെയർ ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് 50%, സ്റ്റേറ്റ് ഗവൺമെന്റ് 15%,
സ്പോൺസർ എല്ലാ ഗ്രാമീണ ബാങ്കും വേറൊരു ബാങ്ക് സ്പോൺസർ ചെയ്തിട്ടാണുള്ളത്. അങ്ങനെ അവരുടെ 50, 15 and 35 ആണ്. അപ്പൊ ഇതും റൈറ്റ് ഓപ്ഷൻ ആണ്. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നമ്മൾക്ക് വരുന്നത് 1 and 3 ഈസ് റൈറ്റ് ഓപ്ഷൻ. സോ ഓൺലി 1 and 3 ആർ കറക്റ്റ്. പിന്നെ ഇതിൽ വേറൊരു ഗുണം നമുക്കുള്ളത്, നമുക്ക് മറ്റോ അറിയില്ല എന്ന് വിചാരിക്കുക. സപ്പോസ് നമുക്ക് ഇത് അറിയില്ല എന്ന് വിചാരിക്കുക. ഒന്ന് നമ്മൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. നമുക്കറിയില്ല ഒന്നിന്റെ അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയില്ല എന്ന് വിചാരിക്കുക. ഇത് നമ്മൾക്കറിയാം, ഷെയർ ചെയ്യുന്നതെന്ന് നമ്മൾക്കറിയാം. ഓക്കെ, ഇത് അല്ല എന്നും നമ്മൾക്കറിയാം. ഒന്ന് നമ്മൾക്ക് കൺഫ്യൂഷനാണ്, 3 നമ്മൾക്ക് പ്രോപ്പറായിട്ട് അറിയാം, 2 നമ്മൾക്ക് ഉറപ്പായിട്ടും അല്ല എന്ന് പറയാം. അപ്പോഴാണ് എലിമിനേഷൻ വരുന്നത്. 2 വരുന്നല്ല നമ്മൾ ഒഴിവാക്കുക. ഇതിനകത്ത് 2 വരുന്നുണ്ട്, അപ്പൊ ഇതല്ല. ഇതിനകത്ത് 2 വരുന്നുണ്ട്, അതും അല്ല. ഇതിനകത്തും 2 വരുന്നുണ്ട്, അതും അല്ല. അപ്പൊ നമ്മൾക്ക് ആദ്യത്തെ അത് അറിയില്ലെങ്കിലും we will get the right option. പലപ്പോഴും എലിമിനേഷൻ നടത്തുമ്പോൾ നമ്മൾക്ക് റൈറ്റ് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇവിടെ എളുപ്പത്തിൽ കിട്ടുന്ന ആൻസർ ആണ് A is the right option. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ ലീഡ് ബാങ്ക് അണ്ടർ ദ ലീഡ് ബാങ്ക് സിസ്റ്റം? നരിമാൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. ഇനീഷ്യലി ഗാഡ്ഗിൽ കമ്മിറ്റിയുടേതാണ്, പ്രൊഫസർ ഗാഡ്ഗിലിന്റെ ആണെങ്കിലും സബ്സിക്വന്റ്ലി എങ്ങനെ ആയിരിക്കണം ലീഡ് ബാങ്ക്, ആർക്കാണ് കൊടുക്കേണ്ടത്, എവിടെയാണ് അവരുടെ ബേസ് എന്നൊക്കെ പറഞ്ഞത് നരിമാൻ കമ്മിറ്റിയാണ്, ബാങ്കേഴ്സിന്റെ കമ്മിറ്റിയാണ് തീരുമാനിച്ചത്. അത് പ്രകാരമാണ് നമുക്ക് ലീഡ് ബാങ്ക് 1969 വരുന്നത്. ഇപ്പൊ ലീഡ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. Prepares and monitors district credit plans to meet the credit needs in agriculture, micro and small enterprises. ഇത് ലീഡ് ബാങ്കിന്റെ ഉത്തരവാദിത്തമാണ്. ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ, ആനുവൽ ക്രെഡിറ്റ് പ്ലാൻ അതൊക്കെ ഉണ്ടാക്കുക. അതിന്റെ മെയിൻ ആയിട്ട് അഗ്രികൾച്ചർ MSME അതിന് കിട്ടുന്ന എമൗണ്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യുക. ഇതൊക്കെ നോക്കേണ്ടത് ലീഡ് ബാങ്കിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അത് ശരിയാണ്. Organize district consultative committees and block level bankers committee to align banks and government agencies. BLBC ആരാണ് ഹെഡ് ചെയ്യേണ്ടത്? ലീഡ് ബാങ്ക് മാനേജറാണ്. ഓരോ ഡിസ്ട്രിക്റ്റിലും ആ ലീഡ് ബാങ്കിന്റെ ഒരു സീനിയർ ഓഫീസർ അതിന്റെ ലീഡ് ബാങ്ക് മാനേജറായിട്ട് ഉണ്ടാകും. അവരാണ് BLBC ബ്ലോക്ക് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയിൽ ഹെഡ് ചെയ്യേണ്ടത്. ഇത് അവരുടെ പണിയാണ്. ഡിസ്ട്രിക്ട് കൺസൾട്ടേറ്റ് DCC കൺസൾട്ട് ചെയ്യേണ്ടത് ലീഡ് ബാങ്കിന്റെ ജോലിയാണ്. ബ്ലോക്ക് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി അതൊക്കെ ചെയ്യേണ്ടത് ലീഡ് ബാങ്കിന്റെ ഉത്തരവാദിത്തമാണ്. ആക്ട്സ് ആസ് കൺസോർഷ്യം ലീഡർ ഫോർ ഓൾ ബാങ്ക്സ് ഇൻ ഇറ്റ്സ് അസൈൻഡ് ഡിസ്ട്രിക്ട്. കോർഡിനേഷൻ ചെയ്യുക, എല്ലാ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുക. നോട്ട് ഓൺലി കൊമേഴ്സ്യൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇവരെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു കാര്യത്തിലേക്ക് എത്തിക്കേണ്ടതെല്ലാം ഈ ലീഡ് ബാങ്കിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ A ശരിയാണ്, B ശരിയാണ്, C ശരിയാണ്. സോ റൈറ്റ് ഓപ്ഷൻ ഈസ് D ആണ് റൈറ്റ് ഓപ്ഷൻ. D ഈസ് ദി റൈറ്റ് ഓപ്ഷൻ. ഇതും യാതൊരു കൺഫ്യൂഷനും സാധ്യതയില്ലാത്ത ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ദ നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഇന്ത്യ പ്രൈമർലി എയിംഡ്. എന്തിനായിരുന്നു നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ വന്നത്? മുമ്പേ നമുക്ക് കൊമേഴ്സ്യൽ ബാങ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. കൊമേഴ്സ്യൽ ബാങ്ക് ലോൺ കൊടുക്കുന്ന അവരുടെ ആൾക്കാർക്കായിരുന്നു കൂടുതൽ ലോൺ കൊടുത്തിരിക്കുന്നത്. സോഷ്യൽ കൺട്രോൾ ഉണ്ടായിരുന്നില്ല. ദർ വാസ് നോ സോഷ്യൽ കൺട്രോൾ. ഈ സോഷ്യൽ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാണ് 1967 ഡിസംബർ 1967 ഈ NCC നമ്മൾ ഈ സോഷ്യൽ കൺട്രോളും ഇതൊക്കെ കൊണ്ടുവന്നത്. ഇപ്പൊ നാഷണൽ ക്രെഡിറ്റ് കൗൺസിലിന്റെ ഹെഡ് ആരായിരുന്നു? ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ഹെഡ്. അപ്പൊ അവര് RBI കൂടെ ചേർന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഏതൊക്കെ സെക്ടറിൽ ഇവരുടെ ലോണ് കൊടുക്കണം അതും ഇതൊക്കെ വെച്ചാൽ പ്രൈവറ്റ് സെക്ടർ ലെൻഡിങ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് സബ്സിക്വന്റ് വന്നതാണ്. നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ RBIയോട് പറഞ്ഞു, നിങ്ങളൊരു പോളിസി ഫോർമുലേറ്റ് ചെയ്യും, ആർക്കൊക്കെ എങ്ങനെയാണ് അലോട്ട് ചെയ്യേണ്ടത്, ഏതിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അതൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നാഷണൽ ക്രെഡിറ്റ് കൗൺസിലാണ് RBIക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. അതനുസരിച്ചിട്ടാണ് RBI ഡയറക്ഷൻ, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ടാർഗറ്റും ഇതൊക്കെ ഫിക്സ് ചെയ്യുന്നത്.
Formulate monetary policy, regulate money supply and help in control of inflation to protect currency value. അത് നാഷണൽ ക്രെഡിറ്റ് കൗൺസിലിന്റെ ജോലി അല്ല. Act as a statutory regulator of commercial bank under the RBI Act. RBI Act പ്രകാരം ആരാണ്? RBI ആണ് സ്റ്റാറ്റ്യൂട്ടറി regulator. അപ്പൊ അതും അല്ല. Directly supervise credit appraisal and sanction by the public sector bank. ക്രെഡിറ്റ് അപ്ലിക്കേഷൻ ഇതൊക്കെ നോക്കുന്നതൊന്നും ഇവരുടെ NCCയുടെ ജോലി അല്ല, നാഷണൽ ക്രെഡിറ്റ് കൗൺസിലിന്റെ ജോലി അല്ല. ബാക്കി ഏതാ ഉള്ളത്? സി ആണ്. അഡ്വൈസ് ദ ഗവൺമെന്റ് ആൻഡ് RBI ഓൺ ദ അലോക്കേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി നാഷണൽ പ്രയോറിറ്റീസ്. നമ്മുടെ നാഷണൽ പ്രയോറിറ്റി എന്തൊക്കെയാണ്? നമുക്ക് ഏറ്റവും പ്രയോറിറ്റി അഗ്രികൾച്ചർ ആണ്. അഗ്രികൾച്ചറിൽ സാധാരണ ഗതിയിൽ ആൾക്കാർ ബാങ്കുകൾ ലോൺ കൊടുക്കാൻ മടിക്കുന്ന ഒരു മേഖലയാണ് അഗ്രികൾച്ചർ മേഖല. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇപ്പോഴാണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വന്നത്. പണ്ട് കാലാവസ്ഥക്ക് ബേസ് ചെയ്ത് മാത്രമാണ് അഗ്രികൾച്ചർ നടത്തുന്നത്. അപ്പൊ കാലാവസ്ഥ ശ്രദ്ധിച്ചാൽ എല്ലാം ലോണും എല്ലാം പോകും. അപ്പൊ ആൾക്കാർക്ക് ബാങ്കുകൾ കൊടുക്കാൻ മടിയായിരുന്നു. പക്ഷെ നമ്മുടെ അന്നദാതാവ് കൃഷിക്കാരാണ്, അവർക്ക് ലോൺ കൊടുക്കണം. നമ്മുടെ NCC പറഞ്ഞു അഗ്രികൾച്ചറിന് പ്രയോറിറ്റി കൊടുക്കണം. പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ GDP സഹായിക്കുന്നത്, എംപ്ലോയ്മെന്റ് സഹായിക്കുന്നത് അന്ന് SSI, ഇപ്പോഴും നമ്മൾ MSME എന്ന് പറയും. അന്ന് SSI ആയിരുന്നു. ഇവർക്ക് നമുക്ക് പ്രയോറിറ്റി കൊടുക്കണം. ഇവർക്കൊക്കെ പ്രയോറിറ്റി കൊടുക്കണം. അതുപോലെ തന്നെ RBI എത്ര കൊടുക്കണം, ഒരു ബാങ്കിൻ്റെത് എത്ര ഫണ്ട് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ അഡ്വൈസ് ചെയ്യാനായിരുന്നു ഈ നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ ഇനീഷ്യലി സ്ഥാപിതം ആയിട്ടുള്ളത്. അപ്പൊ റൈറ്റ് ഓപ്ഷൻ സി ആണ്. ഇവിടെയും യാതൊരു കൺഫ്യൂഷനും ഇടയില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. Consider the following statement regarding the recommendations of the Narasimham Committee. Narasimham Committee രണ്ടെണ്ണം ഉണ്ടായിരുന്നു, 2 കമ്മിറ്റി ഉണ്ടായിരുന്നു. കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റംസ്, കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റിഫോംസ്. 91ലും 1998ലും. ഇത് ആദ്യത്തെ കമ്മിറ്റിയാണ് കമ്മിറ്റി നരസിംഹം കമ്മിറ്റി 1. Statement 1. The committee recommended the introduction of prudential norms regarding income recognition, asset classification, capital adequacy for bank. നമ്മൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പിലെ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്താണ്. 1992-93 മുതലാണ് ഐറാക്ക് നോംസ് വന്നത്. ഇൻകം റെക്കഗ്നേഷൻ, അസറ്റ് ക്ലാസിഫിക്കേഷൻ, പ്രൊവിഷനിങ് നോംസ് വന്നത് 1992-93 മുതലാണ്. അതിന്റെ കാരണക്കാര് നരസിംഹം കമ്മിറ്റി 1 ആണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സോ ദാറ്റ് മസ്റ്റ് ബി കറക്റ്റ്. അതുകൊണ്ട് അത് കറക്റ്റ് തന്നെയാണ്. Statement 2. The committee advocated greater operational autonomy for public sector banks and the reduction of statutory liquidity ratio and cash reserve ratio to enhance. നമ്മൾ 2 ദിവസം മുമ്പിലെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഒന്ന് എത്രയായിരുന്നു? 38.5% SLR, 15% CRR, ബാക്കി ഇത്രേ പൈസ ഉള്ളൂ ബാങ്കിന്റെ. ഇതൊക്കെ നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പൊ ഇതും റൈറ്റ് ആണ്. അത് കുറയ്ക്കണം. സെൻട്രൽ ഇവരുടെ വേറൊരു റെക്കമെൻഡേഷൻ ആയിരുന്നു CRR, SLR കുറയ്ക്കണം. ബാങ്കിന് ഫണ്ട് ഉണ്ടായിരിക്കണം. അവർക്ക് ഓപ്പറേഷണൽ ഫ്രീഡം കൊടുക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫുൾ കൺട്രോൾ ആയിരുന്നു. നമ്മൾ ലോൺ കൊടുക്കണമെങ്കിൽ ഒരു 5 കോടിക്ക് മേലെ ലോൺ, 25 കോടിക്ക് മേലെ നമുക്ക് ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം ഉണ്ടായിരുന്നു. ഇവിടെ RBIയുടെ പെർമിഷൻ എടുത്തിട്ട് ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. ഫുൾ കൺട്രോൾ ആയിരുന്നു എല്ലായിടത്തിലും. സേവിങ്സ് അക്കൗണ്ടിൽ എത്ര പലിശ കൊടുക്കണം അവർ തീരുമാനിക്കും. ഓരോന്ന് ലെഫ്റ്റിക്ക് എത്ര പലിശ കൊടുക്കണം RBI തീരുമാനിക്കും. എല്ലായിടത്തിലും RBI സെൻട്രൽ ഗവൺമെന്റും കൺട്രോൾ ആയിരുന്നു. അത് ഒഴിവാക്കണം എന്ന് നരസിംഹം കമ്മിറ്റി പറഞ്ഞു. കമ്മിറ്റി അഡ്വക്കേറ്റഡ് ഗ്രേറ്റർ ഓപ്പറേഷണൽ ഓട്ടോണമി. അവര് സ്വന്തം തീരുമാനിക്കട്ടെ. നിങ്ങൾ എന്തിനാ അതിന്റെ അവരുടെ പെടലേക്ക് പിടിക്കാൻ പോകുന്നത്? അവര് തീരുമാനിക്കട്ടെ. അതും നരസിംഹം 1 കമ്മിറ്റി പറഞ്ഞ കാര്യം ആണ്. Statement 3. The committee recommended the continuation of the government administered interest rate. ഇവരെന്താ പറഞ്ഞത്? ഡീറെഗുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നിങ്ങൾ തീരുമാനിക്കണ്ട, അവരെന്നെ തീരുമാനിക്കട്ടെ. മാർക്കറ്റ് ഫോഴ്സസ് അവർ തീരുമാനിക്കട്ടെ എങ്ങനെയാണ് പലിശ എന്നല്ല അവര് തീരുമാനിക്കും. നിങ്ങൾ ചെയ്യരുത്. rather than allowing market forces to demand and supply to determine ഇൻട്രസ്റ്റ്. അതല്ല പറഞ്ഞത്, നേരെ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞത്. മാർക്കറ്റ് റേറ്റ് തീരുമാനിക്കട്ടെ. അവര് സെൻട്രൽ ഗവൺമെന്റിന്റെ മുകളിൽ നിങ്ങൾ എല്ലായിടത്തിലും നിങ്ങളുടെ ഇൻട്രസ്റ്റ് പറയല്ല. RBIയോട് സേവിങ്സ് ഇത്തിരി പലിശ കൊടുക്കാൻ പാടുള്ളൂ പറയരുത്. ലോണിൽ ഇത്തിരി പറയരുത്. അതും മാർക്കറ്റ് കണ്ടീഷൻസ് തീരുമാനിക്കട്ടെ. ഡിമാൻഡ് കൂടുമ്പോഴും സപ്ലൈ കുറയുമ്പോഴും
നമുക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും. ഏതാണോ കൂടുന്നത് ഏതാണോ അനുസരിച്ചിട്ട് മാർക്കറ്റ് ഫോഴ്സ് തീരുമാനിക്കട്ടെ. വില എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് അവര് തീരുമാനിക്കട്ടെ. അപ്പൊ ഇത് നേരെ തിരിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് അത് അല്ല. ദ കമ്മിറ്റി റെക്കമെൻഡ് ദ കണ്ടിന്യൂഷൻ ഓഫ് ദ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, മാർക്കറ്റ് ഫോഴ്സ് തീരുമാനിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വേണം, ഡീറെഗുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ 1ഉം 2ഉം ശരിയാണ്, 3 ശരി അല്ല. നമ്മൾക്ക് 1 and 2 എന്ന് പറയുമ്പോൾ ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. അപ്പൊ ആൻസർ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതും കൺഫ്യൂഷന് സാധ്യത തീരെ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് ദ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് പെർമിറ്റിംഗ് ദ എൻട്രി ഓഫ് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്? നരസിംഹം 1 കമ്മിറ്റിയിലാണ് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ലിബറലൈസ് ചെയ്യുക, നമ്മുടെ ബാങ്കിങ് സെക്ടറും ഫിനാൻഷ്യൽ സെക്ടറൊക്കെ ചെയ്യുക. പ്രൈവറ്റൈസേഷൻ, പുതിയ ആൾക്കാർ വരട്ടെ, പുതിയ ആൾക്കാർ, ഫണ്ട് ഇഷ്ടം പോലെ ഉണ്ട്, അവർക്ക് ടെക്നോളജി ഉണ്ട്, അവര് വരട്ടെ, കോമ്പറ്റീഷൻ വരട്ടെ, നാട്ടിൽ കോമ്പറ്റീഷൻ വരട്ടെ, നാട്ടിൽ എല്ലാ സ്ഥലത്തും ബാങ്കുകൾ ഉണ്ടാവട്ടെ, എല്ലാ സ്ഥലത്തും ബാങ്കിങ് സേവനം കിട്ടട്ടെ. ഇതൊക്കെ ഇവരുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു. ഇതിനകത്ത് നമ്മൾക്ക് നോക്കാം ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് ആണ്. അത് ശ്രദ്ധിക്കണം, എപ്പോഴും ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു നോക്കണം. നോട്ടും വാസും പറയുമ്പോൾ നമുക്ക് നോക്കണം. വാസ് ദി ഒബ്ജക്റ്റീവ്, നോട്ട് ദി ഒബ്ജക്റ്റീവ് പറയുമ്പോൾ നമ്മൾ നോക്കണം. അപ്പൊ വാസ് നോട്ടാണ് പറയുന്നത്. ടു പ്രൊമോട്ട് കോമ്പറ്റീഷൻ, എഫിഷ്യൻസി ആൻഡ് ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ഇൻ ദി ബാങ്കിങ് സിസ്റ്റം. നരസിംഹം കമ്മിറ്റി പറഞ്ഞത് പുതിയ ബാങ്കുകൾ വരുമ്പോൾ അവർക്ക് വലിയ ഫണ്ടുമായിട്ടാണ്, വലിയ ക്യാപിറ്റൽ ഉണ്ടാകും, അവർ പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടാണ് വരുന്നത്. അപ്പൊ അവരിങ്ങനെ വരുമ്പോൾ ഇപ്പോഴുള്ളത് പബ്ലിക് സെക്ടർ ബാങ്കാണ്, അവർക്ക് ഒരു കോമ്പറ്റീഷൻ വരും, കൂടുതൽ എഫിഷ്യൻസി വരും, പരസ്പരം മത്സരിക്കുമ്പോഴാണ് കൂടുതൽ എഫിഷ്യൻസി വരിക. ഇതൊക്കെ നരസിംഹം കമ്മിറ്റി പറഞ്ഞതാണ്. സോ ദാറ്റ് ഈസ് കറക്റ്റ്. To increase government ownership in banking and to reduce the role of the RBI in banking regulation. Increase the government ownership in bank. ഇവരെന്താണ് പറഞ്ഞത്? നമ്മൾ 2 ദിവസം മുമ്പേ ഡിസ്കസ് ചെയ്താണ്. To reduce government ownership to 33%. കുറക്കണം എന്നാണ് പറഞ്ഞത്. ഫുൾ കൺട്രോൾ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. പബ്ലിക് സെക്ടർ ബാങ്കിലത്തെ ഇവരുടെ ഓണർഷിപ്പ് കുറക്കണം എന്നാണ് പറഞ്ഞത്. ടു ഇൻക്രീസ് ദ ഗവൺമെന്റ് ഓണർഷിപ്പ് അല്ല, ടു റെഡ്യൂസ് ദി, ഇൻക്രീസിനവരെ റെഡ്യൂസ് ആണ്. അപ്പൊ ഇത് കറക്റ്റ് അല്ല. അതിന്റെ രണ്ടാമത്തെ ഭാഗം കൂടെ നോക്കാം. ഇൻ ബാങ്കിങ് ആൻഡ് ടു റെഡ്യൂസ് ദ റോൾ ഓഫ് RBI ഇൻ ബാങ്കിങ് റെഗുലേഷൻ. അത് പറഞ്ഞിട്ടേ ഇല്ല. RBIയുടെ റോള് കുറക്കുന്ന കാര്യം ബാങ്കിങ് റെഗുലേഷനിൽ കുറക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. RBIക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് RBIക്ക് അധികാരം കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ ഡീറെഗുലേറ്റർ എല്ലായിടത്തിലും കൺട്രോൾ വേണ്ട, അവർക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഓട്ടോണമി കൊടുക്കണം. പക്ഷെ റെഡ്യൂസ് ദ റോൾ ഓഫ് ദ RBI പറഞ്ഞിട്ടില്ല. അപ്പൊ ദിസ് ഈസ് റോങ്. ടു സ്ട്രെങ്തൻ ദ ബാങ്കിങ് സിസ്റ്റം ആൻഡ് മേക്ക് റീച്ച് ബാങ്കിങ് സർവീസസ് ടു ഓൾമോസ്റ്റ് ഓൾ ഏരിയാസ് ഓഫ് ദി കൺട്രി. കൂടുതൽ ബാങ്ക് വരും. മുമ്പ് എങ്ങനെയായിരുന്നു? പബ്ലിക് സെക്ടർ ബാങ്ക് മാത്രമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന, അവര് വിചാരിക്കുന്ന തന്നെ. പക്ഷെ പ്രൈവറ്റ് സെക്ടറുടെ എൻട്രിയോട് വരുമ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടായി, കൂടുതൽ സ്ഥലങ്ങളിൽ ബ്രാഞ്ച് തുടങ്ങും, കൂടുതൽ മേഖലയിലേക്ക് ആൾക്കാർക്ക് സേവനം കിട്ടും. അപ്പൊ ആ ഒരു ബെനിഫിറ്റ് കിട്ടും. അപ്പൊ ഇതും അതിന്റെ റെക്കമെൻഡേഷന്റെ ഭാഗമായിരുന്നു. ടു പ്രൊമോട്ട് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫോർ ബ്രിങ്ങിങ് മോർ പീപ്പിൾ ഇൻ ടു ദി ഫോർമൽ ബാങ്കിങ് സിസ്റ്റം. ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരിലേക്ക് ബാങ്കിങ് സേവനം, ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റിന്റെ സേവനം എത്തിക്കുന്നതാണ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരിലേക്കും ആ പ്രൊഡക്റ്റ് എത്തിക്കുന്നതാണ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ. അപ്പൊ കൂടുതൽ ബ്രാഞ്ചസ് തുടങ്ങുമ്പോൾ എന്തായി? കൂടുതൽ ആൾക്കാരിലേക്ക് ബ്രാഞ്ചുകൾ തുടങ്ങും, കൂടുതൽ ആൾക്കാരിലേക്ക് സേവനങ്ങളിൽ എത്തും. ഇതും അതിന്റെ ഭാഗം ആയിരുന്നു. അപ്പൊ ഇതിൽ ഇല്ലാത്തത് ഏതാണ്? ഇല്ലാത്തത് ഇതാണ്. അപ്പൊ നമുക്ക് വാസ് നോട്ടാണ് ചോദിച്ചത്. അപ്പൊ ഇത് വാസാണ്, ഇതും വാസാണ്, ഇതാണ് നോട്ട്. ഏതാണ്? ഇതാണ് നോട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ബി ഈസ് ദി റൈറ്റ് ഓപ്ഷൻ. ബി ആണ് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ. ഇതും കൺഫ്യൂഷന് യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡയറക്റ്റ് ഇനിഷ്യേറ്റീവ് ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു പ്രൊമോട്ട് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ? ഇത് ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ശരിക്കും അതിന്റെ കൺഫ്യൂഷന്റെ ആവശ്യമേ ഇല്ല. ഇത് ക്വസ്റ്റ്യനും വളരെ സിമ്പിളാ. RBIയുടെ, ഓർക്കുക, ആരുടെ ഇനീഷ്യേറ്റീവ്? അത് ഓർത്താ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. ആരുടെ ഇനീഷ്യേറ്റീവ്?
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഡയറക്റ്റ് ഇനിഷ്യേറ്റീവ് ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ് ആണ് ചോദിക്കുന്നത്. പ്രധാനമന്ത്രി ജൻധൻ യോജന RBI കൊണ്ടുവന്നാണോ? എന്റെ പേരെന്നെ എന്താ ഉള്ളത്? പ്രധാനമന്ത്രി ജൻധൻ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നാണ്, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് കൊണ്ടുവന്നതാണ്, RBI കൊണ്ടുവന്നതല്ല. PMJDY കൊണ്ട് നമ്മൾ മുമ്പേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. PMJDY പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട് ആണ്. അത് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമാണ്. പക്ഷെ കൊണ്ടുവന്നത് ആരാണ്? RBI ആണോ? അല്ല, സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന 2014 സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. അപ്പൊ RBI കൊണ്ടുവന്നാണ് ചോദ്യം. അത് അല്ല. ഇംപ്ലിമെന്റേഷൻ ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം SBLP നമ്മൾ 2 ദിവസം മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആരാ കൊണ്ടുവന്നത്? നബാർഡാണ് കൊണ്ടുവന്നത്. ഇത് കൊണ്ടുവന്നത് നബാർഡാണ്. എപ്പോഴാണ് കൊണ്ടുവന്നത്? 1992. ആദ്യം എത്ര പേരാണ്? 500 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ ഡിഫറെന്റ് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടായിരുന്നു 1992 ആദ്യമായിട്ട് ഈ പ്രോഗ്രാം കൊണ്ടുവന്നത്. ആരാ ചെയ്തത്? നബാർഡാണ്, RBI അല്ല. RBI 1991 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് ലോൺ കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പായിട്ട് അംഗീകരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ SHGBL ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം കൊണ്ടുവന്നത് നബാർഡാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിങ്കേജ് പ്രോഗ്രാമാണ് ഈ SHG ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം. അപ്പൊ ഇത് കൊണ്ടുവന്നത് നബാർഡാണ്, അതും അല്ല. ഇൻട്രൊഡക്ഷൻ ഓഫ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് ആരാ കൊണ്ടുവന്നത്? സെൻട്രൽ ഗവൺമെന്റ്, RBIയും നബാർഡും കൂടെ ചേർന്നിട്ടാണ് കൊണ്ടുവന്നത്. അല്ലാണ്ട് RBI മാത്രം കൊണ്ടുവന്നല്ല കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഇതൊരു സെൻട്രൽ സ്കീമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. കർഷകർക്ക് പെട്ടെന്ന് ലോണ് കിട്ടണം, അവർക്ക് കൂടുതൽ ഡോക്യുമെന്റേഷനും മറ്റൊന്നും ഇല്ലാതെ പെട്ടെന്ന് കിട്ടണം, സിമ്പിൾ ആയിരിക്കണം. അതിന്റെ പേരിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നു. ഇത് ആരൊക്കെയാണ്? നമുക്കറിയാം, KCC RV ഗുപ്ത കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. RV ഗുപ്ത കമ്മിറ്റിയാണ് ഇനീഷ്യലി ഇതിന്റെ കിസാൻ ക്രെഡിറ്റ് കാർഡ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞതാരാണ്? നബാർഡാണ് പറഞ്ഞിരിക്കുന്നത്. ഇനീഷ്യൽ സ്കീം ചെയ്തത് നബാർഡാണ്. നബാർഡും പിന്നെ NPCA നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് അതിന്റെ കാർഡിന്റെ ഡിസൈൻ ഒക്കെ ചെയ്തത്. അപ്പൊ ഈ സ്കീം അതിന്റെ പോളിസി കൊണ്ടുവന്ന റിസർവ് ബാങ്ക്. ഇനിഷ്യേറ്റീവ് റിസർവ് ബാങ്കിന്റെ അല്ല, സെൻട്രൽ ഗവൺമെന്റ് അലോങ് വിത്ത് നബാർഡ്, RBI, NPCA എല്ലാം കൂടിയിട്ടാണ് അത് വന്നത്. അപ്പൊ അതുമല്ല. ഇനി ബാക്കിയുള്ളത് എന്താ ഉള്ളത്? ഇൻട്രൊഡക്ഷൻ ഓഫ് ബേസിക് സേവിംഗ് ബാങ്ക് BSBD എപ്പോഴാണ് വന്നത്? 2005 നോ ഫ്രിൽ അക്കൗണ്ട് എന്ന സ്കീം വന്നു. നോ ഫ്രിൽ അക്കൗണ്ട്. ഇപ്പൊ മിനിമം ബാലൻസ് അല്ലെ നോ ബാലൻസ് വെച്ചിട്ട് എല്ലാ ബേസിക് സർവീസും കൊടുക്കണം. അതിന് ചാർജസ് എടുക്കാൻ പാടില്ല. ചാർജസ് എടുക്കുമ്പോൾ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റൂല. 2005 RBI കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ്. ഇത് RBI കൊണ്ടുവന്നതാണ് 2005 നോ ഫ്രിൽ അക്കൗണ്ട്. പക്ഷെ ആ പേരിന് ചെറിയൊരു അസ്വസ്ഥത വരുന്നതായിരുന്നു പേര്, നോ ഫ്രിൽ അക്കൗണ്ട്. നോ ഫ്രില്ല് എന്ന് പറഞ്ഞാൽ തൊങ്ങലൊക്കെയാണ്, കുട്ടികളുടെ ഉടുപ്പിനൊക്കെ കിട്ടുന്ന ഫ്രില്ലിട്ടെന്ന് നമ്മൾ പറയാറില്ലേ. അപ്പൊ ആ പേരിന് ഒരു സുഖമില്ലാത്തത് കൊണ്ട് 2012 ഇതേ നോ ഫ്രിൽ അക്കൗണ്ട് പേര് മാറ്റിയിട്ട് BSBD ആക്കി. ഇത് കൊണ്ടുവന്നത് RBI ആണ്. നോ ഫ്രിൽ അക്കൗണ്ട് കൊണ്ടുവന്നത് RBI ആണ്. അതിന്റെ പേര് മാറ്റിയിട്ട് BSBD ആക്കിയതും RBI ആണ്. ഇതൊക്കെ RBIയുടേതാണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഓഫ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അത് മാത്രമാണ് RBIയുടെ മാത്രം ഇനിഷ്യേറ്റീവ്. ഇതിനകത്ത് വേറൊന്നും കൂടെ പറയാം. സ്മോൾ അക്കൗണ്ട് ആരുടെ ഇനിഷ്യേറ്റീവാ? RBIയുടെ ആണോ? അല്ല, ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ് ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ് PMLA ആക്ടിലാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സ്മോൾ അക്കൗണ്ടിനെ പറ്റി പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിലാണ് സ്മോൾ അക്കൗണ്ടിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ്. അപ്പൊ ഇവിടെ ഇനിഷ്യേറ്റ് ചെയ്ത് RBI മാത്രം ഇനിഷ്യേറ്റ് കൊണ്ടുവന്നത് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? BSBDയും PMJDയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിന്റെ കൂടെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും കൂടിയുണ്ട്. പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടിൽ അഡീഷണൽ ഫീച്ചേഴ്സ് കൂടിയുണ്ട്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിന്റെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. സാറ്റിസ്ഫാക്ടറി അക്കൗണ്ട് 6 മാസത്തേക്ക് ഉണ്ടെങ്കിൽ 10,000 വരെയാണ് ലോൺ കൊടുക്കാം. അതുപോലെ ഇവിടെ എല്ലാവർക്കും റൂപേ കാർഡ് കൊടുക്കുന്നുണ്ട്. ഇത് BSBDയിൽ കൊടുക്കണമെന്നില്ല, ഈ PMJDYയിലാണ് ഉള്ളത്. അപ്പം BSBDയെ പ്ലസ് സം അഡീഷണൽ ഫീച്ചർ
അതാണ് PMJDY. ഇത് BSBD അക്കൗണ്ട് RBIയുടെ മാത്രം ഇനീഷ്യേറ്റീവ് ആണ്. ഒറിജിനലി നോഫ്രിൽ അക്കൗണ്ട് രണ്ടാമത് വന്നത്. അപ്പൊ ഇതില് ഈ കറക്റ്റ് ആൻസർ D ആണ് കറക്റ്റ് ആൻസർ. ഒരു കൺഫ്യൂഷനും വേണ്ട. ബാക്കിയെല്ലാം പലരും കൂടി ചേർന്നാണ്. ഇത് മാത്രമാണ് RBI മാത്രം കൊണ്ടുവന്നത്. അപ്പൊ D is the right option. 66. Certain challenges are often faced by banks that come across with a merger and acquisition. Identify a major challenge. ഒന്ന് ഓർക്കുക, എന്താണ് കാണാൻ വേണ്ടി ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചു നോക്കുക. എന്താണ് നമ്മൾക്ക് ഇതിനകത്ത് പറയുന്നത്? ചാലഞ്ചസ് പ്രശ്നങ്ങളാണ് പറയുന്നത്. പ്രശ്നത്തിനാണ് പറയുന്നത്. രണ്ട് ബാങ്കുകളും തമ്മിൽ മർജ് ചെയ്യുമ്പോൾ അല്ല വേറൊരു ബാങ്കിനെ ഏറ്റെടുക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആ പ്രശ്നം എന്താണെന്നാണ് ചോദിക്കുന്നത്. എക്സസ് ലിക്വിഡിറ്റി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഡെപ്പോസിറ്റ്. ഇൻക്രീസ് ഇൻ ഡെപ്പോസിറ്റ് പ്രശ്നമാണോ? എക്സസ് ലിക്വിഡിറ്റി, നമ്മുടെ കയ്യിൽ ഒരുപാട് ബാങ്കിന്റെ ഫണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാലോ, അവർക്ക് ലോൺ കൊടുക്കാലോ. അതൊരു പ്രശ്നമല്ല, അതൊരു അത് ഓപ്പർച്യൂണിറ്റിയാണ്. പ്രശ്നമല്ല, ചാലഞ്ച് അല്ല, ഇറ്റ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. കൂടുതൽ ഫണ്ട് കയ്യിലുണ്ട്, കൂടുതൽ ഡെപ്പോസിറ്റ് വരുന്നു, ദാറ്റ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. അപ്പൊ ചാലഞ്ച് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ദിസ് ഇസ് നോട്ട് എ ചാലഞ്ച്, ദിസ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. ഡ്രാസ്റ്റിക് ഇംപ്രൂവ്മെന്റ് ഇൻ അസറ്റ് ക്വാളിറ്റി. അസറ്റ് ക്വാളിറ്റി കൂടുന്നത് ചാലഞ്ചാണോ? ഒരിക്കലും അല്ല. അസറ്റ് ക്വാളിറ്റി കൂടുന്നത് എപ്പോഴും നല്ലതാണ്, ബെനിഫിറ്റ് ആണ്, പോസിറ്റീവാണ്. അതൊരിക്കലും ഒരു ചാലഞ്ച് അല്ല. അപ്പൊ അസറ്റിന്റെ ക്വാളിറ്റി കൂടുക, നന്നായിട്ട് പോകുന്ന NPA കുറയുന്നു, അതാണ് അതിന്റെ അർത്ഥം. NPA കുറഞ്ഞാലും ബാങ്കിന് നല്ലതാണ്, പ്രോഫിറ്റ് കൂടുന്നു, എല്ലാം എവരിതിങ് ഈസ് പോസിറ്റീവ്. അപ്പൊ അതും അല്ല. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വിൽ ഇൻക്രീസ് സഡൻലി. കസ്റ്റമർ അത് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് വേറെ നോക്കാം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടിയാൽ നല്ലതാണോ മോശമാണോ? എപ്പോഴും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടിയാൽ നല്ലതല്ലേ, ചാലഞ്ച് അല്ലല്ലോ, പ്രശ്നമല്ലല്ലോ. അതും ശരി. പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടുവോ? രണ്ട് ബാങ്കുകൾ മർജ് ചെയ്യുമ്പോൾ കൂടുവോ? ഇല്ല. കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് കൂടാൻ സാധ്യത. എന്തുകൊണ്ട്? ഒരാൾ ഒരു ബാങ്കിലത്തെ ഇപ്പൊ PNBയും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും മർജ് ചെയ്തു. യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ നോർത്ത് ഈസ്റ്റിലുള്ള പ്രധാനപ്പെട്ട ഒരു ബാങ്ക് ആയിരുന്നു. PNB എന്ന് പറഞ്ഞാല് നോർത്തിലുള്ള ഒരു ബാങ്കാണ്. രണ്ടുപേരുടെ കൾച്ചർ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. രണ്ടുപേരുടെയും കൾച്ചർ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവരുടെ വേ ഓഫ് വർക്കിംഗ് അത് പോട്ടെ. നമുക്ക് കേരളത്തിലത്തെ ഒരു ബാങ്കിനെടുക്കാം. PNB നെടുങ്ങാടി ബാങ്ക് ലയിപ്പിച്ചു. നെടുങ്ങാടി ബാങ്ക് വാസ് എ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, PNB വാസ് എ പബ്ലിക് സെക്ടർ ബാങ്ക്. ഇറ്റ് വാസ് എ ബിഗ് ബാങ്ക്. നെടുങ്ങാടി ബാങ്ക് കേരളത്തിൽ മാത്രമായിരുന്നു, ചെറിയ ബാങ്കായിരുന്നു. രണ്ടുപേരുടെയും ഈ കൾച്ചറിൽ അജഗജാന്തര വ്യത്യാസം ഉണ്ടായിരുന്നു, ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളാണ് നമുക്ക് ചാലഞ്ചായിട്ട് വരുന്നത്. ഡിഫിക്കൽട്ടി ഇൻ ഇന്റഗ്രേറ്റിംഗ് ഡിഫറെന്റ് ഓർഗനൈസേഷണൽ കൾച്ചേഴ്സ് ആൻഡ് സിസ്റ്റം. നെടുങ്ങാടി ബാങ്കിന്റെ സിസ്റ്റം കൾച്ചേഴ്സ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. PNBയുടെ കൾച്ചർ ആൻഡ് സിസ്റ്റം എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഇവിടെ നമുക്ക് ചാലഞ്ചായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം രണ്ടും രണ്ട് തരത്തിലാണ് വരുന്നത്. അതായത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. അവരുടെ സിസ്റ്റവും ഇവരുടെ സിസ്റ്റവും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി സമയമെടുക്കും. അതുപോലെ തന്നെ കൾച്ചർ, രണ്ട് ബാങ്കിന്റെ കൾച്ചർ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൾച്ചർ ആയിരിക്കില്ല HDFC ബാങ്കിന്, അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ രണ്ട് ബാങ്കുകൾ മർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ ബാങ്കിനെ ഏറ്റെടുക്കുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നത് ഈ ഓരോ ബാങ്കിന്റെ ഡിഫറെന്റ് കൾച്ചേഴ്സും അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നതാണ്. 66ന്റെ ആൻസർ ഈസ് B ആണ്. അതിന്റെ ആൻസർ 67. ആഫ്റ്റർ റീസെന്റ് അമെൻഡ്മെന്റ് ത്രൂ ദ ബാങ്കിങ് റെഗുലേഷൻ അമെൻഡ്മെന്റ് ആക്ട് 2020 ആൻഡ് ദ ബാങ്കിങ് ലോസ് അമെൻഡ്മെന്റ് ആക്ട് 2024-25. 24ലാണ് അതിന്റെ ബില്ല് വന്നത്, 2025ലാണ് ആക്ട് വന്നത്. ഏതൊക്കെയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. RBI's റെഗുലേറ്ററി പവേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് ഹാവ് ബീൻ റെഡ്യൂസ്ഡ്. 2020 എന്താ സംഭവിച്ചത്? RBIക്ക് ഫുൾ പവർ, കോപ്പറേറ്റീവ് ബാങ്കിന്റെ മുകളിൽ ഫുൾ പവർ കൊടുക്കുന്നതായിരുന്നു 2020 ബാങ്കിങ് റെഗുലേഷൻ അമെൻഡ്മെന്റ് ആക്ട്. മാനേജ്മെന്റ്, മുമ്പ് മാനേജ്മെന്റ് രജിസ്ട്രാർ ആണ് നോക്കിക്കൊണ്ടിരുന്നത്, മാനേജ്മെന്റിൽ കൺട്രോൾ വന്നു. ഓഡിറ്റിങ്ങിൽ കൺട്രോൾ വന്നു. ആരൊക്കെ ആയിരിക്കണം, എങ്ങനത്തെ ആയിരിക്കണം ഒന്നൊക്കെ ഈ മാനേജ്മെന്റിന്റെ ഡയറക്ടർ ബോർഡ് ആരാണ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും
RBIയുടെ കൺട്രോൾ വന്നു, ലിക്വിഡേഷനിൽ പോകുന്നത്, അതിലൊക്കെ കണ്ടു. ഇവരുടെ മാനേജ്മെന്റിനെ അപ്പാടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സ്കീം അടക്കം ഇതിനകത്ത് വന്നു. അപ്പൊ RBIക്ക് ഒരുപാട് അഡീഷണൽ പവേഴ്സ് കൊടുക്കുന്നതായിരുന്നു ബാങ്കിങ് റെഗുലേഷൻ അമെൻഡ്മെന്റ് ആക്ട് 2020. അപ്പൊ RBIയുടെ റെഗുലേറ്ററി പവേഴ്സ് ഓവർ കോപ്പറേറ്റീവ് ബാങ്ക് റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. And the threshold of substantial interest has been brought down from 5 lakhs to 1 lakh. അതുമല്ല, കൂട്ടുകയാണ് ചെയ്തത്. ഇത് തെറ്റാണ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഫുള്ളി റിമൂവ്ഡ് ഫ്രം ദ സ്കോപ്പ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. നേരെ തിരിച്ചിട്ടാണ് വന്നത്. മറ്റ് ബാങ്കിനുള്ള ഏകദേശം അതുപോലെ തന്നെ, ഫുള്ളില്ലെങ്കിലും ഏകദേശം അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കിനും ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ റെഗുലേഷന്റെ അണ്ടറിൽ കൊണ്ടുവന്നു. അപ്പൊ ഇത് അല്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. ദ കൺസെപ്റ്റ് ഓഫ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഹാസ് ബീൻ ഡിലീറ്റഡ്. അല്ല, സത്യം പറഞ്ഞാല് 2025 സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് പറഞ്ഞാൽ എന്താണ്? ഐദർ 10%. നമ്മളിപ്പോ ഒരു ബാങ്കിന്റെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ മാറ്റുന്നു. അപ്പോഴിത് ഈ അദാനി അംബാനിയൊക്കെ ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ വെച്ചില്ലെങ്കിൽ എല്ലാ ബാങ്കും അവരുടെ ഇഷ്ടം പോലെ ഫണ്ട് ഉണ്ട്. ഏത് ബാങ്കും അവർക്ക് ഏറ്റെടുക്കാൻ പറ്റും. അതിനൊരു കൺട്രോൾ വെക്കാൻ വേണ്ടിയിട്ടാണ് RBI ഈ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റിന്റെ കോൾ വരുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ RBIയുടെ പെർമിഷൻ എടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. RBIയുടെ പെർമിഷൻ എടുത്തിട്ട് മാത്രമേ ഈ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. മുമ്പ് ഒറിജിനലി RBI ആക്ടിൽ എന്തായിരുന്നു ക്ലോസ്? It is 10% or 5 lakhs. Amount to 5 lakhs. 5 lakhന്റെ ഷെയർ എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ ചെറിയ എമൗണ്ട് ആണ്. 5 lakh ഷെയർ എന്ന് പറഞ്ഞാല് പൊതുവെ വളരെ ചെറിയ എമൗണ്ട് ആണ്. 10% മാറ്റമൊന്നുമില്ല, അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ 5 lakhs വിച്ച് എവർ ഈസ് ലോവർ ആയിരുന്നു മുമ്പേ ഉണ്ടായിരുന്നത്. വിച്ച് എവർ ഈസ് ലോവർ ആയിരുന്നു കണ്ടീഷൻ ഉണ്ടായിരുന്നത്. 10% 1% അത്രേ വരുള്ളൂ 5 ലക്ഷത്തിന്റെ. ആ എമൗണ്ട് മാറ്റി ഇപ്പോഴെന്താണ് കണ്ടീഷൻ? ഇപ്പോഴും സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 10%, ആ ബാങ്കിന്റെ ഷെയറിന്റെ 10% ഓർ 2 crores, 2 കോടി, 5 ലക്ഷം മാറ്റിയിട്ട് 2 crores ആക്കി ആസ് പെർ അമെൻഡ്മെന്റ് 2025. ബില്ല് 2024, ആക്ട് 2025. ഇതാണ് റൈറ്റ് ഓപ്ഷൻ. RBIയുടെ പവേഴ്സ് ഓവർ കോപ്പറേറ്റീവ് ബാങ്ക് ഹാവ് ബീൻ സ്ട്രെങ്തൻഡ്. അതാണ് ആസ് പെർ 2020-ലെത്തത് ആദ്യത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ടില് ഡെഫിനിഷൻ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ത്രെഷോൾഡ് ഈസ് increased from 5 lakh to 2 crores to reflect current economic condition. ഇപ്പോഴ് 5 ലക്ഷം അത്ര വലുതൊന്നുമല്ല, ഉണ്ടായ എമൗണ്ട് കൂട്ടി 10 lakh, 10% or 2 crores, whichever is lower. അതിന്റെ മേലെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, ഷെയർ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ RBIയുടെ പെർമിഷൻ വേണം. അതൊരു കൺട്രോളിന് വേണ്ടി വെച്ചതാണ്. അപ്പോൾ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ബി ആണ് ഇവിടുത്തെ റൈറ്റ് ഓപ്ഷൻ. For a company to commence or carry on banking business in India under the banking regulation, ഇത് വളരെ ഈസിയാണ്, എല്ലാവർക്കും കിട്ടുന്നതാണ്, ആരും തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഒരു കമ്പനിക്ക് ഇന്ത്യയിലത്തെ ബാങ്കിങ് വ്യവസായം തുടങ്ങണമെങ്കിൽ ദേ കനോട്ട് സ്റ്റാർട്ട് ഓർ കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല, സ്റ്റാർട്ട് ചെയ്യാനും പറ്റില്ല unless and until they hold a license under section 22 of BR Act. Banking Regulation Actലെ സെക്ഷൻ 22 പ്രകാരം RBIയുടെ ലൈസൻസ് ഇല്ലാതെ ഒരു കമ്പനിക്കും ഇന്ത്യയില് ബാങ്കിങ് വ്യവസായം തുടരാനോ പറ്റില്ല. എവരിബഡി നോസ് ദാറ്റ്. ഒബ്റ്റെയിൻ എ ലൈസൻസ് ഫ്രം രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ഓൾറെഡി കമ്പനി എന്ന് പറയുമ്പോൾ രജിസ്റ്റർ ഓഫ് കമ്പനീസ് വന്നാണ്. പിന്നെ ബാങ്കിങ് റെഗുലേഷൻ, ബാങ്കിങ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അതിന്റെ ആവശ്യമില്ല. ടേക്ക് അപ്രൂവൽ ഫ്രം സെബി ബാങ്കിങ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടല്ല, സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതുമല്ല. ടേക്ക് അപ്രൂവൽ ഓൺലി ഫ്രം ദ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. ലൈസൻസ് കൊടുക്കുന്ന RBI ആണ്. ബ്രാഞ്ചിന് ലൈസൻസ് കൊടുക്കുന്നത് സെക്ഷൻ 23, ബാങ്കിന് ലൈസൻസ് കൊടുക്കുന്നത് സെക്ഷൻ 22. സോ റൈറ്റ് ഓപ്ഷൻ ഈസ് ബി ആണ് റൈറ്റ് ഓപ്ഷൻ. Under 17 of the Banking Regulation Act, every banking company other than certain exempted ones must transfer. ഇത് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ് ക്ലാസ്സിൽ. നിയമത്തിൽ ഒന്ന് പറയുന്നു, സെക്ഷൻ 17 RBI ഒന്ന് പറയുന്നു. ഇത് രണ്ടും നമ്മൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്താണ്. സെക്ഷൻ 17 എന്താണ് പറയുന്നത്? രണ്ടെണ്ണം, ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി, നമ്മൾ ഇതുപോലെ തന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. വൺ ഈസ് സ്റ്റാറ്റ്യൂട്ടറി, ദ അതർ വൺ ഈസ് റെഗുലേറ്ററി.
റെഗുലേറ്ററി എന്ന് പറഞ്ഞാൽ റെഗുലേറ്റർ, നമ്മുടെ ബാങ്കിന്റെ റെഗുലേറ്റർ ആരാണ്? RBI. സ്റ്റാറ്റ്യൂട്ടറി ഏതാണ് ബാങ്കിന്റെ മെയിൻ ആയിട്ട്? BR ആക്ട്. BR ആക്ടിൽ സെക്ഷൻ 17 എന്ത് പറയുന്നു? ആകെ കിട്ടുന്ന പ്രോഫിറ്റിന്റെ 20% നമുക്ക് ഇതിന്റെ റിസർവിലേക്ക് മാറ്റണം, റിസർവ് ഫണ്ടിലേക്ക് ആദ്യം മാറ്റണം ബിഫോർ ഡിക്ലെയറിംഗ് ഡിവിഡൻഡ്. അത് നെറ്റ് പ്രോഫിറ്റിന്റെ അപ്രോപ്രിയേഷൻ നടത്തുന്നതിന് മുമ്പേ ആദ്യം 20% പ്രോഫിറ്റ് റിസർവ് ഫണ്ടിലേക്ക് മാറ്റണം. അത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാ ബാങ്കിനെയും സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ പ്രോഫിറ്റ് ഇടുന്നത് അതാത് കൊല്ലത്തെ പ്രോഫിറ്റ് എത്രയാണോ ആ പ്രോഫിറ്റിന്റെ 20% നമ്മള് റിസർവ് ഫണ്ടിലേക്ക് മാറ്റണം. റെഗുലേറ്റർ എന്താണ് പറയുന്നത്? അവര് പറയുന്നത് 20% മിനിമം ആണ് പറഞ്ഞത്, നോട്ട് ലെസ് ദാൻ 20% ആണ്. അത് കൂട്ടിയിട്ട് 25% ആക്കണം. ഇത് മാർച്ച് 2001 മുതൽ റെഗുലേറ്റർ പറയുന്നത് 25%. പക്ഷെ സെക്ഷൻ 17 പറയുന്നത് 20% ആണ്. സോ റൈറ്റ് ഓപ്ഷൻ ഈസ് C ആണ് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ. അക്വിസിഷൻ ഓഫ് undertaking of a banking company under the Banking Regulation Act 1949 can be generally done by the central government. നമുക്കറിയാം RBI ആണ് ഇതിന്റെ റെഗുലേറ്റർ. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് സാധാരണ ഒരു കാര്യം ചെയ്യുമ്പോൾ RBIയോട് ചോദിച്ചിട്ടാണ് ചെയ്യാറ്. RBIയോട് ചോദിച്ചിട്ടാണ് ആക്ഷൻ എടുക്കുമ്പോൾ ആദ്യം RBI റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് കൺസിഡർ ചെയ്തതിനു ശേഷം സെൻട്രൽ ഗവൺമെന്റ് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതിനു ശേഷമാണ് വേറൊരു ബാങ്കിന് എടുക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ അത് ചെയ്തിട്ടാണ് ചെയ്യാറ്. അണ്ടർടേക്കിങ്ങിനെ അക്വയറി ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ ആദ്യം RBIയുടെ റിപ്പോർട്ട്, അതിനുശേഷം സെൻട്രൽ ഗവൺമെന്റ് അത് അക്സെപ്റ്റ് ചെയ്താൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഗസറ്റ്, അതിനുശേഷമാണ് ടേക്കപ്പ് ചെയ്യുന്നത്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം? വിത്തൗട്ട് കൺസൾട്ടിങ് എനി അതോറിറ്റി അല്ല, ഓൺലി ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ സെബിയും ബാങ്കിങ് തമ്മിൽ വലിയ ഇതൊന്നുമില്ല. അതർ ദാൻ സ്റ്റോക്ക് ബാങ്ക് അതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓൺലി ഈ 4 ഷെയർ ഹോൾഡേഴ്സ് കൺസെന്റ് യുനാനിമസ്ലി, എല്ലാവരുടെ പെർമിഷനൊന്നും ആവശ്യമില്ല. ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ദേ ക്യാൻ ഗോ ടു ദി ട്രിബ്യൂണൽ. അവർക്ക് ട്രിബ്യൂണലിലേക്ക് പോകാം. എല്ലാവരുടെയും പെർമിഷൻ ആവശ്യമില്ല. പക്ഷെ 2 സ്ഥലത്ത് 2 ബാങ്ക് അക്വയറി ചെയ്യുമ്പോഴും മെർജയും ഒക്കെ 2 ബാങ്കിന്റും ഇവരെ അപ്രൂവ് ചെയ്യണം. പക്ഷെ എല്ലാവരുടെയും വേണ്ട. ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ട്രിബ്യൂണലിലേക്ക് പോകാം. അപ്പൊ ഇതുമല്ല 3 അല്ല. അപ്പൊ ബാക്കിയുള്ളത് C ആണ്. ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഫോളോവിങ് ദ പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയർ. ആദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ റിപ്പോർട്ട് കൊടുക്കും. അതിനുശേഷം ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വരും. അതിനുശേഷമാണ് ചെയ്യേണ്ടത്. സോ 70ന്റെ റൈറ്റ് ഓപ്ഷൻ C ആണ് റൈറ്റ് ഓപ്ഷൻ. വിച്ച് ഈസ് നോട്ട് ടിപ്പിക്കലി കൺസിഡേർഡ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാങ്കേഴ്സ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൈനർ നമുക്കറിയാം, മൈനർക്ക് എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് കാപ്പബിൾ ഓഫ് അണ്ടർടേക്കിംഗ് ഒരു കോമ്പിറ്റന്റ് ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട്. അപ്പൊ മൈനറുടെ കാര്യത്തിൽ ബാങ്കുകൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എത്ര വരെ പല ബാങ്കുകളും മൈനറുടെ അക്കൗണ്ടിൽ മാക്സിമം ഇത്രേ വെക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവര് 18 വയസ്സ് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ പിന്നെ ഗാർഡിയൻ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. പല കാര്യങ്ങളും മൈനറുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. സോ ദിസ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ. ലുനാറ്റിക്സിനും അവർക്ക് കോമ്പിറ്റന്റ് അല്ല ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട്. പിന്നെ അവർ ചെയ്യുമ്പോൾ കോർട്ട് അപ്പോയിന്റഡ് ആൾക്കാരെ മുഖാന്തരം മാത്രമേ ചെയ്യുള്ളൂ. അതും നോട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവരെല്ലാം സ്പെഷ്യൽ ടൈപ്പാണ്. ഇവരും സ്പെഷ്യൽ ടൈപ്പാണ്. അൺരജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഇവർക്ക് മറ്റുള്ള പേരിൽ എഗനിസ്റ്റ് കേസ് കൊടുക്കാൻ പറ്റില്ല. അൺരജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ എഗനിസ്റ്റ് കേസ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ട്രസ്റ്റിനാണ്. അതുകൊണ്ട് ലോൺ കൊടുക്കൂല ബാങ്ക്. സാധാരണ അൺരജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പിൽ നമ്മൾ ലോൺ കൊടുക്കൂല. ബിക്കോസ് അവർക്ക് വേറെ ആരുടെ കാശ് കിട്ടാനുണ്ടെങ്കിൽ അവരുടെ എഗനിസ്റ്റ് കേസ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവരും ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 അല്ല. ബാക്കിയുള്ളത് ഏതാണ്? മാരീഡ് വുമൺ. നമ്മൾ എന്തെങ്കിലും പ്രത്യേകത വെക്കുന്നുണ്ടോ? ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. മാരീഡ് വുമൺ സാധാരണ തന്നെയാണ്. അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല. ബാങ്കില് അവർക്ക് സ്വന്തം തുടങ്ങണോ, സ്വന്തം ചെയ്യണോ, അവരുടെ കുട്ടികളുടെ അവരുടെ പേരിൽ
ഗാർഡിയനായിട്ട് ചെയ്യണോ, അതിനൊന്നും ഒരു ഇതുമില്ല. അപ്പൊ മാരീഡ് വുമണ് നമ്മളൊരു പ്രത്യേകത വരെ വെക്കുന്നില്ല. അവർക്ക് ലോണ് കൊടുക്കുന്നതിനും പ്രശ്നമില്ല, അക്കൗണ്ട് തുടങ്ങുന്നതിനും പ്രശ്നമില്ല, ഒന്നിനും പ്രശ്നമില്ല. ഇവിടെ പ്രശ്നമുണ്ട് ഗാർഡിയന്റെ, ഇവിടെയും പ്രശ്നമുണ്ട്. ഇവിടെ പ്രശ്നം ലോണ് കൊടുക്കുമ്പോൾ പ്രശ്നമാണ്. അതൊന്നും ഇല്ലാത്തത് ഏതാണ്? മാരീഡ് വുമണ്ടതാണ്. സ്പെഷ്യൽ ടൈപ്പ് അല്ലാതെ വരുന്നത് റൈറ്റ് ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്. 72 ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 72ാമത്തത്, ഇൻ എ ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റഡ് ഐദർ ഓർ സർവൈവർ. ഐദർ ഓർ സർവൈവർ, എ ആൻഡ് ബി, ഐദർ ഓർ സർവൈവർ. ഇയാൾക്കും ഓപ്പറേറ്റ് ചെയ്യാം, ഇയാൾക്കും ഓപ്പറേറ്റ് ചെയ്യാം. ഇയാൾ മരണപ്പെട്ടാൽ ഇയാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇനി അഥവാ ഇയാളാ മരണപ്പെടുന്നെങ്കിലോ ഇയാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അതാണ് ഐദർ ഓർ സർവൈവർ. ഏതെങ്കിലും ഒരാൾക്ക് കൂട്ടത്തിലത്തെ ആർക്കും ഒരാൾക്ക് ചെയ്യാം. ഒരാൾ മരിച്ചാൽ ബാക്കി ജീവിച്ചിരിക്കുന്ന ആൾക്ക് ചെയ്യാം. ഇതാണ് ഐദർ ഓർ സർവൈവറുടെ. അത് ഈസി ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്നതാണ്. അക്കൗണ്ട് ഈസ് ഫ്രോസൺ അണ്ടിൽ സക്സഷൻ സർട്ടിഫിക്കറ്റ്. അക്കൗണ്ട് ഫ്രോസൺ അല്ല, ബിക്കോസ് സർവൈവർക്ക് ചെയ്യാം. അതല്ല, ബാങ്ക് ക്ലോസസ് ഇൻ ഇമ്മീഡിയറ്റ്ലി. ബാങ്ക് ഒരിക്കലും അത് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ആവശ്യം വരുന്നില്ല. ഓൺലി നോമിനി ക്യാൻ ഓപ്പറേറ്റ്. സർവൈവർ ഉണ്ടെങ്കിൽ നോമിനി വരുന്നില്ല. രണ്ടാളും മരിച്ചാലേ നോമിനി വരുള്ളൂ. റൈറ്റ് ഓപ്ഷൻ സർവൈവർ ക്യാൻ ഓപ്പറേറ്റ് ആൻഡ് ക്ലോസ് ദി അക്കൗണ്ട്. ആൾക്ക് ഓപ്പറേറ്റ് ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇതും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. 73 ഫോർ ഓപ്പണിംഗ് എ ബാങ്ക് അക്കൗണ്ട് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ബാങ്ക് ടിപ്പിക്കലി. ഒരു പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നാണ് ചോദ്യം. ഇൻഡിവിജ്വൽ പാൻ കാർഡ്സ് ഓൺലി പോരാ, നമുക്കത് പോരാ. അവരുടെ പാൻ കാർഡ് മാത്രം പോരാ, മറ്റു കാര്യങ്ങളും വേണം. നോ ഡോക്യുമെന്റ്സ്. ഈ പാർട്ട്ണർഷിപ്പ് പറഞ്ഞ ബാങ്കിൽ ഡോക്യുമെന്റ്സ് ഇല്ലാണ്ട് ഒരു അക്കൗണ്ട് തുടങ്ങില്ല. കമ്പനി ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്. പാർട്ട്ണർഷിപ്പിൽ കമ്പനി വരുന്നില്ല. ഏതാ വരുന്നത്? LLPയിൽ വരും, കമ്പനിയിൽ വരും. അവർക്ക് ഈ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കമ്പനി കൊടുക്കുന്നതാണ്. രജിസ്ട്രാർ ഓഫ് കമ്പനി കൊടുക്കുന്നതാണ്. നമുക്കിവിടെ പാർട്ട്ണർഷിപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതുമല്ല. ബാക്കിയുള്ളത് ഏതാണ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് ആൻഡ് റെസൊല്യൂഷൻ ഓത്തറൈസിങ് സിഗ്നേച്ചറീസ്. ഇതാണ് റൈറ്റ് ഓപ്ഷൻ. നമ്മൾ സാധാരണ പാർട്ട്ണർഷിപ്പ് ഡീഡ് ചോദിക്കും. ആരൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അവരുടെ ഇതും ചോദിക്കും. ഇവിടെ റൈറ്റ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ഓപ്ഷൻ. വിച്ച് ഇസ് എ കീ ഒബ്ലിഗേഷൻ ഓഫ് എ ബാങ്കർ ടുവേഴ്സ് എ കസ്റ്റമർ. താഴെ പറയുന്നതിൽ ഏതാണ് ബാങ്കിന്റെ ഒബ്ലിഗേഷൻ? ബാങ്കിന് ഒബ്ലിഗേഷനും ഉണ്ട്, ബാങ്കിന് റൈറ്റും ഉണ്ട്. ഡ്യൂട്ടീസും ഉണ്ട്, റൈറ്റും ഉണ്ട്, രണ്ടും ഉണ്ട്. ഇപ്പൊ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ടു ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ റൈറ്റ്. ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്ന അത് ബാങ്കിന്റെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ലോണിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കൊടുക്കണം. ടു പേ ഇൻട്രസ്റ്റ് ആണ്. ടു ഡിസ്ക്ലോസ് കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ടു തേർഡ് പാർട്ടീസ് വിത്തൗട്ട് കൺസെന്റ്. അങ്ങനെ ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ ബാങ്കിന്റെ പണി പോകും. ബാങ്കിന് കേസ് കൊടുക്കാം. അൺഡിസ്ക്ലോസ്ഡ് അൺവാണ്ടഡ് ഡിസ്ക്ലോഷർ ടു തേർഡ് പാർട്ടീസ് ബാങ്കിന്റെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ബാങ്ക് ഹാസ് ടു കീപ് ഇറ്റ് സീക്രട്ട്. കസ്റ്റമറുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ബാങ്ക് സീക്രട്ട് ആയിട്ട് വെക്കണം. അൺവാണ്ടഡ് ഡിസ്ക്ലോഷർ ബാങ്കിന്റെ ഉത്തരവാദിത്തമാണ്. അത് കാരണം അവർക്ക് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ വരികയാണെങ്കിൽ ബാങ്ക് ഉത്തരവാദിയാണ്. സോ ബാങ്കിന്റെ ഒബ്ലിഗേഷൻ സീക്രട്ട് വെക്കണം എന്നാണ്, ഡിസ്ക്ലോസ് ചെയ്യണമെന്നല്ല. നേരെ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ്, ഡിസ്ക്ലോസ് ചെയ്യരുത് എന്നാണ് ബാങ്കിന്റെ ഒബ്ലിഗേഷൻ. സോ അത് കറക്റ്റ് അല്ല. ടു ഇൻവെസ്റ്റ് കസ്റ്റമേഴ്സ് മണി വിത്തൗട്ട് പെർമിഷൻ. ബാങ്കിലത്തെ കസ്റ്റമറുടെ പൈസ എടുത്തിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് പറ്റൂല. അതൊരിക്കലും പറ്റൂല. ബാക്കിയുള്ളത് ഏതാണ്? ടു ഓണർ കസ്റ്റമേഴ്സ് ചെക്ക് ഇഫ് സഫിഷ്യന്റ് ഫണ്ട്സ് ആർ അവൈലബിൾ ആൻഡ് നോ ലീഗൽ സ്റ്റോപ്പ് ഈസ് ഇൻ പ്ലേസ്. സെക്ഷൻ 31 പറയുന്നത് ബാങ്കിന്റെ പ്രൈമറി സെക്ഷൻ 31 ഓഫ് NI ആക്ട്. NI ആക്ടിലെ സെക്ഷൻ 31 പറയുന്നത് ബാങ്കിന്റെ പ്രൈമറി ഒബ്ലിഗേഷൻ ആണ്. എന്ത്? കസ്റ്റമറുടെ ചെക്ക് വരുന്നു, പ്രോപ്പർ ചെക്ക് പ്രോപ്പർ ആയിരിക്കണം, അതിന്റെ എല്ലാം പ്രോപ്പർലി ഫിൽഡ് ആയിരിക്കണം, ഡേറ്റ് ഉണ്ട്, കട്ടിങ് ഇല്ല, എമൗണ്ട് ഉണ്ട്, രണ്ടും കൂടെ ഒരുപോലെയാണ്, സിഗ്നേച്ചർ ടാലിയാണ്, എല്ലാം പ്രോപ്പർ. ചെക്ക് ഈസ് പ്രോപ്പർ. പ്രസന്റേഷൻ പ്രോപ്പർ ആണ്.
പ്രസന്റേഷൻ പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ക്രോസ്ഡ് ചെക്ക് കൗണ്ടറിൽ വന്ന് നമ്മൾ പേയ്മെന്റ് ക്യാഷ് കൊടുക്കുമോ? ഇല്ല. പ്രസന്റേഷൻ പ്രോപ്പർ ആണ്. അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഉണ്ട്, അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഉണ്ട്, വിച്ച് ഇസ് അപ്ലിക്കബിൾ. ഈ ചെക്ക് പാസ്സാക്കാനുള്ള ബാലൻസ് അതിനകത്തുണ്ട്. ആൻഡ് ദർ ഇസ് നോ ലീഗൽ സ്റ്റോപ്പുകളൊന്നുമില്ല. അതായത് ചെക്ക് സ്റ്റോപ്പ് പേയ്മെന്റ് പറഞ്ഞിട്ടില്ല, ഗാർണിഷി ഓർഡർ ഇല്ല, ലിയൻ ഇല്ല, അതുപോലെ തന്നെ അറ്റാച്ച്മെന്റ് ഓർഡർ ഇല്ല, അതൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലാത്ത അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്, ചെക്ക് പ്രോപ്പർ ആണ് എങ്കിൽ അത് പാസ്സാക്കാനുള്ള ഉത്തരവാദിത്തം ബാങ്കിന് ഉണ്ട്. പറയുന്നത് സെക്ഷൻ 31 പറയുന്നത് ബാങ്കിന്റെ ഈ ഒബ്ലിഗേഷൻ ആണ് ചെക്ക്, കസ്റ്റമറുടെ ചെക്ക് പാസ്സാക്കുക എന്നത്. ചെക്ക് പ്രോപ്പർ ആയിരിക്കണം, ബാലൻസ് പ്രോപ്പർ ആയിരിക്കണം, അതിലത്തെ ലീനൊന്നും ഉണ്ടാകാൻ പാടില്ല, വേറെ ലീഗൽ ഇതൊന്നും സ്റ്റോപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പാസ്സാക്കണം എന്ന് സെക്ഷൻ 31 ഓഫ് NI ആക്ട് പറയുന്നു. അപ്പൊ ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ഓപ്ഷൻ. ടു ഓണർ കസ്റ്റമേഴ്സ് ചെക്ക് ഈ സഫിഷ്യന്റ് ഫണ്ട്സ് ആർ അവൈലബിൾ ആൻഡ് നോ ലീഗൽ സ്റ്റോപ്പ് ഇൻ പ്ലേസ്. ലീഗൽ സ്റ്റോപ്പ് പറഞ്ഞാൽ ചെക്ക് സ്റ്റോപ്പ് പേയ്മെന്റ് ആകാം, അറ്റാച്ച്മെന്റ് ഓർഡർ ആകാം, ഗാർണിഷി ഓർഡർ ആകാം, മറ്റു തരത്തിലാകാം. ഇപ്പൊ 74ന്റെ റൈറ്റ് ഓപ്ഷൻ ഈസ് ബി. 75 which of the following can endorse a bill of exchange? Basic rule എന്താണ്? Holder can endorse. Holder can endorse. Holder can endorse. ഇത് ചിലർക്ക് ഒരു കൺഫ്യൂഷൻ വരാം, പക്ഷെ അത് ഇത് ഓർത്താൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരില്ല. ഹോൾഡർ ആരുടെ കയ്യിലാണോ ബില്ലുള്ളത് അവർക്കത് എൻഡോഴ്സ് ചെയ്യാം. ആരുടെ കയ്യിലാണോ ഉള്ളത്. ഡ്രോയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഡ്രോയത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അയാളാണ് അതിന്റെ വൺസ് ഈസ് അക്സെപ്റ്റഡ്, അപ്പൊ അയാൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ ഹീസ് ഹോൾഡിങ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആരുടെ കയ്യിലാണ്? അയാളുടെ കയ്യിലാണ് ഉള്ളത്. സോ ഡ്രോയി ക്യാൻ ഡു ഇറ്റ്, എൻഡോഴ്സ് എ ബിൽ, ബിക്കോസ് ഹി ഈസ് ഹോൾഡിങ് ദാറ്റ്. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ കയ്യിലല്ലേ ബില്ലുള്ളത്. ഹോൾഡർ ആരാണോ ലീഗലി ഹോൾഡ് ചെയ്യാൻ അധികാരമുള്ള, കള്ളനെ അയാൾ കയ്യിൽ വെച്ചാൽ അയാൾക്ക് ഹോൾഡർ ആവില്ല. ഈസ് നോട്ട് എ ഹോൾഡർ. ലീഗലി കയ്യിൽ വെക്കാൻ അവകാശം അധികാരമുള്ള ആളാണ് ഹോൾഡർ. ഡ്രോയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഹീസ് ഹോൾഡിങ് ദാറ്റ്, അപ്പൊ ഡ്രോയി ക്യാൻ ഡു ഇറ്റ്. പേ ആർക്കാണോ കാശ് കൊടുക്കേണ്ടത് അയാൾക്ക് എൻഡോഴ്സ് ചെയ്യാം, ഇന്നാൾക്ക് കൊടുക്കണം ഇന്നാൾക്ക് കൊടുക്കണം എന്ന് പറയാം. അപ്പൊ പേയ്ക്ക് ചെയ്യാം. ഡ്രോയർ തിരിച്ചിട്ട് സപ്പോസ് ഡ്രോയർ ഇസ് ദ പേ, ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഡ്രോയർക്ക് പേ ആകാം. അപ്പൊ ഡ്രോയർ പേ ആണെങ്കിൽ ഹി ക്യാൻ ഡു ദാറ്റ്. അല്ലെ കറങ്ങി തിരിഞ്ഞ് പിന്നെ അയാളുടെ തന്നെ വരികയാണെങ്കിൽ ഈ ഫീസ് ഹോൾഡിങ്, ഈ അയാൾ ഹോൾഡറായിട്ട് വരികയാണെങ്കിൽ ഹി ക്യാൻ ഓൾസോ ഡു ദാറ്റ്. മൂന്നാൾക്കും ചെയ്യാൻ പറ്റും. സോ റൈറ്റ് ഓപ്ഷൻ എന്താണ്? ഡി ആണ് റൈറ്റ് ഓപ്ഷൻ. 3 പേർക്കും ചെയ്യാൻ പറ്റും. ഡ്രോയ്ക്കും ചെയ്യാൻ പറ്റും, പേയ്ക്കും ചെയ്യാൻ പറ്റും, ഡ്രോയ്ക്കും ചെയ്യാൻ പറ്റും. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് D is the right option. 76. Who directs the bank to credit the check amount only into the bank account of the payee named on the check and not it in cash or anyone else? ആരാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടത്? ഒരു ചെക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കരുത്, അതുമല്ല പറഞ്ഞ ആൾക്കെ കൊടുക്കാൻ പാടുള്ളൂ. ആരാണ് പറയുന്നത്? നമുക്കൊരു ചെക്ക് ക്ലോസ് ചെയ്താല് it cannot be paid in cash. ഒരു ചെക്ക് ക്ലോസ് ചെയ്താൽ it cannot be paid in cash. അതുപോലെ തന്നെ അക്കൗണ്ട് പേയി ചെക്ക് ആണെങ്കിൽ അതിന്റെ ഇൻസ്ട്രക്ഷൻ എന്താണ്? ആരുടെ പേരാണോ അവിടെ പറഞ്ഞിട്ടുള്ളത് അവരുടെ അക്കൗണ്ടിൽ മാത്രമേ ക്രെഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. രവീന്ദ്രനാഥൻ എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്താണെങ്കിൽ രവീന്ദ്രനാഥന്റെ അക്കൗണ്ട് മാത്രമേ അത് ക്രെഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ, വേറെ ആർക്കും ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് ബാങ്കിന് പറയാൻ പറ്റുമോ ഈ കസ്റ്റമറുടെ ചെക്ക് ഇയാൾക്കേ കൊടുക്കാൻ പാടുള്ളൂ, ഇങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ബാങ്കിന് പറയാൻ പറ്റില്ല. ബാങ്ക് അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം പ്രവർത്തിക്കാനേ പറ്റുള്ളൂ. ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ബാങ്ക് അല്ല, ഡ്രോയറാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇയാൾക്ക് ബാങ്കിന് അങ്ങനെ പറയാൻ പറ്റില്ല. ബാങ്ക് അവരുടെ ഇൻസ്ട്രക്ഷൻ എന്താണോ അത് പ്രകാരം ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ ഹി കനോട്ട് ഡയറക്റ്റ്. അപ്പൊ അത് അല്ല. നിയമത്തിൽ പറയുന്നുണ്ടോ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് എല്ലാം നിയമത്തിലാണ് പറയുന്നത്. ഈവൻ അക്കൗണ്ട് പേ ക്ലോസിങ് നിയമത്തിൽ പറഞ്ഞിട്ടേ ഇല്ല. ദാറ്റ് ഇസ് ആസ് പെർ ദ പ്രാക്ടീസ്. അപ്പൊ അതും അല്ല. അപ്പൊ ഇങ്ങനെ ക്ലോസ് ചെയ്താൽ ക്യാഷ് കൊടുക്കാൻ പാടില്ല. പിന്നെ ഇന്ന ആൾക്കേ കൂടി, ഇത് 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ ചെക്ക് എമൗണ്ട് ഓൺലി ടു ദ ബാങ്ക് അക്കൗണ്ട് ഓഫ് ദ പേയി.
അങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അക്കൗണ്ട് പേയി ക്രോസിംഗ് ആണ്. അക്കൗണ്ട് പേയി ക്രോസിംഗ് ആണ് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. ഈ പൈസ അയാളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അക്കൗണ്ട് പേയി ക്രോസിംഗ് ആണ്. അതുകൂടാതെ ഒരു ക്രോസ്ഡ് ചെക്ക് ആണെങ്കിൽ ക്യാഷ് കൊടുക്കാൻ പാടില്ല. അപ്പൊ റൈറ്റ് ഓപ്ഷൻ ഏതാണ്? എ ആണ് റൈറ്റ് ഓപ്ഷൻ. ഇതിൽ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. എ ആണ് റൈറ്റ് ഓപ്ഷൻ. ബാങ്കിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റില്ല, കസ്റ്റമറാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, അതനുസരിച്ചിട്ട് ബാങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ഓപ്ഷൻ. 77. Who can convert a general crossing of a check into a special crossing of a check? ഇവിടെ എന്താണ് ജനറൽ ക്രോസിംഗ് ആണ്? രണ്ട് തരത്തിലുള്ള ക്രോസിംഗ് ഉണ്ട്. ഒന്ന് ജനറൽ ക്രോസിംഗ്. ജനറൽ ക്രോസിംഗിൽ രണ്ട് ട്രാൻസ്ഫേഴ്സ് പാരലൽ ലൈൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ലൈൻ ഉണ്ടായാലും മതി ക്രോസിംഗ് ആയി. അല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ആൻകോ എന്ന് എഴുതാം, അല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് നോട്ട് നെഗോഷ്യബിൾ എഴുതാം, അല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് അക്കൗണ്ട് പേ. ഇതൊക്കെ ജനറൽ ക്രോസിംഗ് ആണ്. രണ്ട് ലൈൻ, അല്ലെങ്കിൽ രണ്ട് ലൈനിൽ ആൻകോ, അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ, അല്ലെങ്കിൽ അക്കൗണ്ട് പേ, ഇതൊക്കെ ജനറൽ ക്രോസിംഗ് ആണ്. സ്പെഷ്യൽ ക്രോസിംഗ് എന്താണ്? ദിസ് ഇസ് ആൾ ജനറൽ ക്രോസിംഗ്. സ്പെഷ്യൽ ക്രോസിംഗ് എന്താണ്? എ നെയിം ഓഫ് എ ബാങ്ക്. ഇവിടെ ലൈൻ അല്ല പ്രധാനം. ഇവിടെ സ്പെഷ്യൽ ക്രോസിംഗ് ലൈൻ അല്ല പ്രധാനം. എ നെയിം ഓഫ് ദ ബാങ്ക്, SBI എഴുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ സ്പെഷ്യൽ ക്രോസിംഗ്. സ്പെഷ്യൽ ക്രോസിംഗ് വരുമ്പോൾ ഒരു നെയിം ഓഫ് എ ബാങ്ക് ഈസ് ദ. ജനറൽ ക്രോസിംഗ് ടു ലൈൻസ് ആർ ഇമ്പോർട്ടന്റ്. അതിനെന്താ എഴുതിയെന്നല്ല, ടു ലൈൻസ് ആർ ഇമ്പോർട്ടന്റ്. സ്പെഷ്യൽ ക്രോസിംഗിൽ നെയിം ഓഫ് എ ബാങ്ക് ഈസ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ആർക്കാണ് അധികാരം? സെക്ഷൻ 87 മെറ്റീരിയൽ ഓൾട്ടറേഷനെ പറ്റി പറയുന്നത്. ഇങ്ങനെ അങ്ങോട്ട് മാറ്റുന്നത് മെറ്റീരിയൽ ഓൾട്ടറേഷൻ ആകില്ല. മെറ്റീരിയൽ ഓൾട്ടറേഷൻ ആകില്ല. നമ്മൾക്കൊരു ബിയറർ ഓർഡർ ഇത് കട്ട് ചെയ്യാം. ആർക്കും കട്ട് ചെയ്യാം. ഏത് ഹോൾഡർക്കും കട്ട് ചെയ്യാം. ഹോൾഡർ ഓഫ് ദ ചെക്കിന് കട്ട് ചെയ്യാം. ഓർഡർ മാത്രമായി. പക്ഷെ ഇത് രണ്ടും ഇതുള്ള സ്ഥലത്ത് ഈ ഓർഡർ മാത്രമുള്ളതിന് ബിയർ ആക്കാൻ പറ്റുമോ? അത് പറ്റൂല. ദിസ് എ മെറ്റീരിയൽ ഓൾട്ടറേഷൻ. ബിയർ ചെക്ക് മാറ്റുന്നത് മെറ്റീരിയൽ ഓൾട്ടറേഷൻ. സ്പെഷ്യൽ ക്രോസിംഗ് SBI അത് കട്ട് ചെയ്തിട്ട് വെറും ക്രോസിംഗ് ആക്കുന്നത്, ദാറ്റ് ഇസ് മെറ്റീരിയൽ ഓൾട്ടറേഷൻ. ഇതൊക്കെ മെറ്റീരിയൽ ഓൾട്ടറേഷൻ ചെയ്യാൻ അധികാരം ആർക്കേ ഉള്ളൂ? ഡ്രോയർക്ക് മാത്രമേ. മെറ്റീരിയൽ ഓൾട്ടറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ മേക്ക് ദ ചെക്ക് വോയിഡ്. അത് വോയിഡ് ആവും, ഡ്രോയറുടെ ഫുൾ സിഗ്നേച്ചർ ഉള്ളത്. പക്ഷെ നേരെ തിരിച്ചാണ്, മെറ്റീരിയൽ ഓൾട്ടറേഷൻ അല്ല ചെയ്യുന്നത്. ഹൂ ക്യാൻ കൺവേർട്ട് എ ജനറൽ ക്രോസിംഗ് ഓഫ് എ ചെക്ക് ഇൻ ടു സ്പെഷ്യൽ ക്രോസിംഗ്? ബാങ്കിന് ചെയ്യാൻ പറ്റുമോ? ബാങ്കർക്കല്ല അതിന് അവകാശം. അവർക്കാണ് ഡ്രോയർ, അല്ലെങ്കിൽ ആരാണോ ഹോൾഡ് ചെയ്യുന്നത് അവർക്ക് അധികാരം. അതിനനുസരിച്ചിട്ട് ബാങ്കിന് ചെയ്യാനേ പറ്റുള്ളൂ. ഡ്രോയർക്ക് ചെയ്യാം. പക്ഷെ ഡ്രോയർക്ക് അതിനെക്കാളും കാര്യമായിട്ട് വരുന്നത് ഹോൾഡർ ഓഫ് ദ ചെക്ക്. ആരാണോ നിയമപരമായിട്ട് ആ ചെക്ക് ഹോൾഡ് ചെയ്യുന്നത്, ഡ്രോയർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണല്ലോ, അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ ഹോൾഡർ ഓഫ് ദ ചെക്ക് ആണ് റൈറ്റ് ഓപ്ഷൻ. ഹോൾഡർ ഓഫ് ദ ചെക്ക് ക്യാൻ ബി ഡ്രോയർ ഓൾസോ. ഹോൾഡർ ഓഫ് ദ ചെക്ക് ക്യാൻ ബി ഡ്രോയർ ഓൾസോ. ഹോൾഡർ ഓഫ് ദ ചെക്ക് ക്യാൻ ബി പേയി ഓൾസോ. ഹോൾഡർ ഓഫ് ദ ചെക്ക് ക്യാൻ ബി എൻഡോഴ്സി ഓൾസോ. വീണ് കിട്ടിയിട്ട് ഒരു കള്ള, അല്ലെങ്കിൽ വഴിക്കുന്ന വീണ് കിട്ടി, അല്ലെങ്കിൽ ഒരു കള്ളനത് കട്ട് എടുത്തു, ഹീസ് നോട്ട് ദ ഹോൾഡർ. ഹോൾഡർ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇതില് ആ ചെക്ക് ഹോൾഡ് ചെയ്യാനുള്ള അവകാശം, അധികാരമുണ്ടെങ്കിലേ ഹോൾഡർ ആവുള്ളൂ. എനി ഹോൾഡർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനി ഹോൾഡർ ക്യാൻ ഡു. ഈ ക്യാൻ ബി ഡ്രോയർ, ഈ ക്യാൻ ബി പേയി, ഈ ക്യാൻ ബി എൻഡോഴ്സി. ആരാണെങ്കിലും ഹോൾഡർ ക്യാൻ ഡു ഇറ്റ്. ഡ്രോയേഴ്സ് ബാങ്കിനും അവർക്കല്ല, ഡ്രോയർക്കും പറ്റും. പക്ഷെ കൂടുതലും നമുക്ക് കറക്റ്റായ ആൻസർ വരുന്നത് ഹോൾഡർ ഓഫ് ദ ചെക്ക് ആണ്. സോ ഇറ്റ് ക്യാൻ ബി ഡ്രോയർ, ഇറ്റ് ക്യാൻ ബി പേയി, ഇറ്റ് ക്യാൻ ബി എൻഡോഴ്സി, എല്ലാം ആക്കാം. അപ്പൊ റൈറ്റ് ഓപ്ഷൻ ഇതിനകത്ത് ബി ഈസ് ദി റൈറ്റ് ഓപ്ഷൻ. 78. In which type of mortgage the sale becomes void if the loan is repaid? നമുക്ക് അതിനെ പറ്റി അറിയില്ലെങ്കിലും അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. മോർട്ട്ഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ. കണ്ടീഷണൽ സെയിൽ, ഒരു കണ്ടീഷൻ മെറ്റ് ചെയ്താല് നമ്മളത് സെയില് അല്ലാതായി പോകും. അതാണ് മോർട്ട്ഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടീസ് ആക്ടിലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടീസ് ആക്ട് 1882 സെക്ഷൻ 58 മോർട്ട്ഗേജിനെ പറ്റിയിട്ട് പറയുന്നത്. സെക്ഷൻ 58 മോർട്ട്ഗേജിനെ പറ്റി പറയുന്നത്. 6 ടൈപ്പ് മോർട്ട്ഗേജിനെ പറ്റി പറയുന്നുണ്ട്. വൺ ഈസ് സിമ്പിൾ മോർട്ട്ഗേജ്. സിമ്പിൾ മോർട്ട്ഗേജ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, സെയിൽ നടത്തുന്നില്ല. ദർ ഇസ് നോ സെയിൽ.
സിമ്പിൾ മോർട്ടേജ് ദർ ഇസ് നോ സെയിൽ. എന്താണ്? ഒരു ചാർജ് ക്രിയേഷൻ മാത്രമാണ്. മോർട്ടഗേജ് ക്രിയേഷൻ മാത്രമാണ്. ദർ ഇസ് നോ സെയിൽ. സിമ്പിൾ മോർട്ടഗേജില് സോ ദി പേഴ്സൺ ഈസ് മോർട്ടഗേജിങ് ദ അതർ പേഴ്സൺ. സിമ്പിൾ മോർട്ടഗേജ് നോർമലി റിക്വയർസ് ദി രജിസ്ട്രേഷൻ ആവശ്യമുണ്ട് സിമ്പിൾ മോർട്ടഗേജിൽ. അവിടെ ആക്ച്വൽ സെയിൽ നടക്കുന്നേയില്ല. രണ്ടാമത്തത് ഇക്വിറ്റബിൾ മോർട്ടഗേജ് ആണ്. ഇക്വിറ്റബിൾ വേറെ പേരാണ് മോർട്ടഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്. ഇവിടെ രജിസ്ട്രേഷന്റെ ആവശ്യം ഇവിടെയും ഇല്ല, പക്ഷെ ഇവിടെയും സെയില് ഇല്ല. മൂന്നാമത് ഉള്ളത് ഇംഗ്ലീഷ് മോർട്ടഗേജ്. ഇംഗ്ലീഷ് മോർട്ടഗേജ് എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല. ആക്ച്വലി അവിടെ സെയില് നടക്കുന്നുണ്ട്, അത് തിരിച്ചു കൊടുക്കണം. പക്ഷെ ദർ ഇസ് നോ കണ്ടീഷൻ ലൈക്ക് ദിസ് കണ്ടീഷണൽ സെയിൽ. ഇംഗ്ലീഷ് മോർട്ടഗേജ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഫോർ നോട്ട് അപ്ലിക്കബിൾ ഫോർ ഹിന്ദുസ്, മുസൽമാൻ, സിഖും അവർക്കൊന്നും അപ്ലിക്കബിൾ അല്ല. ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടാണ് മെയിൻ കൊണ്ടുവന്നത്. അതും ഇതിനകത്ത് കൊടുത്തിട്ടുമില്ല. വേറൊരു ഇതാണ് ഉസുഫ്രൂക്ചറി മോർട്ടഗേജ്. ഉസുഫ്രൂക്ചറി പറഞ്ഞാൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, അതിന്റെ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. യു ക്യാൻ എൻജോയ് ദ ഫ്രൂട്ട്സ്, യു ക്യാൻ യൂസ് ദ ഫ്രൂട്ട്സ്. അനോമലസ് മോർട്ടഗേജാണ് ഇതിലൊന്നും പെടാത്തത്. ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ വരുന്നത് മോർട്ടഗേജ് ബൈ കണ്ടീഷണൽ സെയിലാണ്. മോർട്ടഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ വരുമ്പോൾ എ ഈസ് സെല്ലിംഗ് ദ പ്രോപ്പർട്ടി ടു ബി. ഇവിടെ സെയിൽ തന്നെ നടന്നു. എ ഈസ് സെല്ലിംഗ് ബട്ട് ദർ ഇസ് എ കണ്ടീഷൻ. ആ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് ഇത് ഫുൾ ഫ്ലെഡ്ജഡ് സെയിൽ ആവുന്നില്ല. ഇവിടെ കണ്ടീഷണൽ സെയിലാണ്, ഫുൾ ഫ്ലെഡ്ജഡ് ആവുന്നില്ല. അപ്പൊ ഇതിനകത്ത് എന്താ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് 10 ലക്ഷം തരാനുണ്ട്, ആ 10 ലക്ഷത്തിന് പകരം ഞാൻ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നു. ഞാൻ എപ്പോഴും ഈ 10 ലക്ഷം നിങ്ങൾക്ക് തിരിച്ചു തരുന്നു, ആ സമയത്ത് നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. ദർ ഇസ് എ കണ്ടീഷൻ ഫിക്സ്ഡ്. സോ ആക്ച്വൽ സെയിൽ നടക്കുന്നില്ല, ഒസ്റ്റൻസിബിൾ സെയിലാണ്. ആക്ച്വൽ സെയിൽ അല്ല നടക്കുന്നത്. ഈ പൈസ എപ്പോഴും തരുന്നു അപ്പോഴെനിക്ക് തിരിച്ചു തരണം. അപ്പൊ അയാൾക്ക് പ്രോപ്പർ ഓണറായിട്ട് അയാൾ മാറുന്നില്ല. ആ കണ്ടീഷൻ എപ്പോഴും മെറ്റ് ചെയ്യുന്നു. ഹി ഈസ് സപ്പോസ് ടു ട്രാൻസ്ഫർ ഇറ്റ് ബാക്ക്. സോ ഇൻ വിച്ച് ടൈപ്പ് ഓഫ് മോർട്ടഗേജ് ദ സെയിൽ ബിക്കംസ് വോയിഡ് ഇഫ് ദി ലോൺ ഈസ് റീപെയ്ഡ്? റൈറ്റ് ഓപ്ഷൻ ഈസ് മോർട്ടഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ. ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് KCC? ഇത് കുറച്ച് ഇതിലും കൺഫ്യൂഷൻ ഒരു ആവശ്യമില്ല. ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് KCC? കിസാൻ ക്രെഡിറ്റ് കാർഡ് ആരാ ഇൻട്രൊഡ്യൂസ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ? അല്ല, ഇത് സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സെൻട്രൽ ഗവൺമെന്റ് അലോങ് വിത്ത് RBI, നബാർഡ്, NPCI ഇവരെല്ലാം ഉൾപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് സെൻട്രൽ സ്കീമാണ്. KCC എന്നുള്ള സെൻട്രൽ സ്കീമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല. ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, പഞ്ചായത്തും ഇവരാണോ? അല്ല. ഓൾ ഓഫ് ദി ഇവ രണ്ടും അല്ലെങ്കിൽ ഓൾ ഓഫ് ദി അബോവ് വരില്ലല്ലോ. ബാക്കിയുള്ളത് സെൻട്രൽ ഗവൺമെന്റ്. ഇതൊരു സെൻട്രൽ സ്കീമാണ്. KCCയുടെ സെൻട്രൽ സ്കീമാണ്. സോ 79ന്റെ റൈറ്റ് ഓപ്ഷൻ C ആണ്. വൺ ഓൺലി C ആണ് റൈറ്റ് ഓപ്ഷൻ. which is the apex institution for rural credit and financing? നമുക്ക് എല്ലാവർക്കും അറിയാം നബാർഡാണ്. റൂറൽ ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടത് നബാർഡാണ്. സിഡ്ബി ഏതാണ്? സ്മോൾ, പണ്ടത്തെ SSI MSME ആയിട്ട് ബന്ധപ്പെട്ടതാണ്. IFCA എന്താണ്? ഇത് ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇൻഡസ്ട്രിയൽ ഫൈനാൻസ് ആൻഡ് ക്രെഡിറ്റ് ആണ്, ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടാണ്. ICICI മുമ്പ് ഒരു ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ദാറ്റ് ഇസ് ഫോർ ക്രെഡിറ്റ്, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടാണ്. ബട്ട് സബ്സിക്വന്റ്ലി ഇറ്റ് ഈസ് എ ബാങ്ക് ആണ് വരുന്നത്. അപ്പൊ ഇത് മൂന്നും അല്ല, ഇതുമല്ല. സോ റൂറൽ ക്രെഡിറ്റ് ആൻഡ് അഗ്രികൾച്ചർ നബാർഡാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നബാർഡാണ് ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ. വിച്ച് among the following is not a feature of മൈക്രോ ഫൈനാൻസ്? മൈക്രോ ഫൈനാൻസിന്റെ ഫീച്ചർ എന്താ അല്ല എന്നാണ് ചോദ്യം. മൈക്രോ ഫൈനാൻസ് പറഞ്ഞാൽ ബേസിക് RBI കൊടുക്കുന്ന ഡെഫിനേഷൻ എന്താണ്? കൊലാറ്ററൽ ഫ്രീ ലോൺ ആയിരിക്കണം. കൊലാറ്ററൽ ഫ്രീ ലോണ് ഫോർ ദോസ് ഹൂസ് ഫാമിലി ഇൻകം ഈസ് അപ് ടു 3 lakhs. സമൂഹത്തിന്റെ താഴെ തട്ടില് ഉള്ളവർക്കുള്ള ലോണാണ്. 3 ലക്ഷം വരെ ആനുവൽ ഇൻകം, ഫാമിലി ഇൻകം, ഫാമിലി പറഞ്ഞാൽ ഹസ്ബൻഡ്, വൈഫ്, അൺമാരിഡ് ചിൽഡ്രൻ, അവർക്കുള്ള ഇൻകം ടോട്ടൽ 3 lakhs വരെ ഉള്ളവർക്ക് കൊടുക്കുന്ന കൊലാറ്ററൽ ഫ്രീ ലോൺ ആണ് മൈക്രോ ഫൈനാൻസ് എന്ന് RBI പറയുന്നത്. ഇപ്പൊ ഇവിടെ ടാർഗറ്റ് ഓൺ ഹൈ ഇൻകം ഗ്രൂപ്പ്, അദാനി അംബാനി കൊടുക്കുന്ന ലോണാണോ? അല്ല. ഇവിടെ ഏതാണ്? നോട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഇസ് D.
ബാക്കി നമുക്ക് നോക്കാം. റീസണബിൾ റീപേയ്മെന്റ്. ഇതിനകത്ത് പറയുന്നുണ്ട് കൊലാറ്ററൽ ഫ്രീ 3 ലക്ഷം വരെ കൊടുക്കുമ്പോൾ അവരുടെ റീപേയ്മെന്റ് കപ്പാസിറ്റി നോക്കണം 50%-ലധികം എക്സിസ്റ്റിംഗ് പ്ലസ് പ്രൊപ്പോസ്ഡ് ലോണ് റീപേയ്മെന്റ് വരാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ MFIയില് ചെറിയ ചെറിയ എമൗണ്ട് ചെറിയ ചെറിയ കാലയളവിലാണ് കൊടുക്കുന്നത്. ദിവസത്തിന് തിരിച്ചടക്കാം, ആഴ്ചക്ക് തിരിച്ചടക്കാം. നോർമലി ആഴ്ചക്കാണ് വരുന്നത്. അപ്പൊ റീസണബിളി ഇത് അതിന്റെ ഒരു കണ്ടീഷനാണ്, നോട്ടിൽ പറഞ്ഞതുകൊണ്ട് അത് വരില്ല. സെൽഫ് എംപ്ലോയ്മെന്റ് MFI ലോൺ നമ്മൾ അധികം കൊടുക്കുന്നത് പ്രൊഡക്റ്റീവ് പർപ്പസിനാണ്, ഇൻകം ജനറേറ്റിംഗ് ആണ്. മറ്റും കൊടുക്കാം, നോ കണ്ടീഷൻ. പക്ഷെ കൂടുതൽ കൊടുക്കുന്നത് സെൽഫ് എംപ്ലോയ്മെന്റിനാണ്. പിന്നെ കൂടുതൽ MFI ലോൺ എടുക്കുന്നത് ലേഡീസ് ആണ്. അപ്പൊ ഇതും മൂന്നും അതിന്റെ മൈക്രോ ഫൈനാൻസിന്റെ ഫീച്ചറാണ്. ഈ മൂന്നും ക്വസ്റ്റ്യൻ എന്താണ്? നോട്ടാണ്. നോട്ടായതുകൊണ്ട് മൂന്നും അല്ല. റൈറ്റ് ടാർഗറ്റ് ഓൺ ഹൈ ഇൻകം ഗ്രൂപ്പാണ്, അതല്ല ലോ ഇൻകം ഗ്രൂപ്പിനാണ് MFI ലോണ് കൊടുക്കുന്നത്. മൈക്രോ ഫൈനാൻസ് ലോൺ കൊടുക്കുന്നത് സമൂഹത്തിന്റെ ഏറ്റവും താഴ്ത്തട്ടിലുള്ളവർക്കാണ്, അദാനി അംബാനിമാരല്ല. അപ്പോൾ D ആണ് നോട്ടില് റൈറ്റ് ഓപ്ഷൻ. ഹൂ ഫസ്റ്റ് ലോഞ്ച്ഡ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം? നമ്മൾ നേരത്തെ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. 1992 നബാർഡാണ് ചെയ്തത്. പൈലറ്റ് സ്കീം 500 SHG ചേർത്തിട്ടാണ് ചെയ്തത്. സോ റൈറ്റ് ഓപ്ഷൻ. അവിടെ നമ്മൾ പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്താണ്. സോ നബാർഡ് ഹാസ് ഡൺ ദാറ്റ്. SBI അല്ല, SBI ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ്. ആ ഇനീഷ്യൽ പൈലറ്റില് അവരും ഉണ്ടായിരുന്നു. RBI ഇതിന്റെ പോളിസി ഗൈഡ് ലൈൻസ് കൊടുക്കുന്നതേ ഉള്ളൂ. പോളിസി ഗൈഡ് ലൈൻസ് 1991 RBI സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് ലോൺ കൊടുക്കാം എന്നൊരു പോളിസി കൊണ്ടുവന്നത്. അതിനുശേഷമാണ് 1992 നബാർഡ് ചെയ്തത്. സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷനും അല്ല. റൈറ്റ് ഓപ്ഷൻ A ആണ്, നബാർഡാണ് 82ന്റെ റൈറ്റ് ഓപ്ഷൻ. 83 വിച്ച് പേയ്മെന്റ് സിസ്റ്റം ഇൻ ഇന്ത്യ അലോസ് 24/7 ഇൻസ്റ്റന്റ്? ഈ വാക്ക് ശ്രദ്ധിക്കുക, ഇൻസ്റ്റന്റ്. ബാക്കിയെല്ലാം 24/7 ആണ്. പക്ഷെ ഇൻസ്റ്റന്റ് ആയിട്ട് ഏതാണ്? NEFT ഇൻസ്റ്റന്റ് ആണോ? അല്ല, അത് ബാച്ചിലാണ് പോകുന്നത്. ഓരോ ബാച്ചിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോകുന്നത്, ഇൻസ്റ്റന്റ് അല്ല. RTGS റിയൽ ടൈം ആണെങ്കിലും അത് വലിയ എമൗണ്ടിന് പോകുന്നതാണ്, ഇൻസ്റ്റന്റ് ട്രാൻസ്ഫർ അല്ല. IMPS അതിന്റെ പേര് തന്നെ ഇൻസ്റ്റന്റ് മണി ട്രാൻസ്ഫർ എന്നാണ്. അപ്പൊ അതാണ് റൈറ്റ് ഓപ്ഷൻ. 10 മിനിറ്റ് വരാം. 10 മിനിറ്റ്. IMPS ഈസ് ദി റൈറ്റ് ഓപ്ഷൻ. ഇൻസ്റ്റന്റ് ഫണ്ട്, ഇൻസ്റ്റന്റ് മണി ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് സിസ്റ്റം. ഇൻസ്റ്റന്റ് മണി പേയ്മെന്റ് സിസ്റ്റം ആണ് ഈ IMPS. സോ റൈറ്റ് ഓപ്ഷൻ IMPS. ECS എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ട് കൊടുക്കുന്നതാണ്. ECS ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടായിരുന്നു. ഇപ്പൊ നാച്ചാണ്, നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് ആണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ECSൽ പോകുന്നത്. സോ ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്നത് IMPS ആണ്. C ഈസ് ദി റൈറ്റ് ഓപ്ഷൻ. 84 ഇതെല്ലാവർക്കും അറിയുന്നതാണ്. വിച്ച് കാർഡ് പേയ്മെന്റ് സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ് ഡൊമസ്റ്റിക് കാർഡ് നെറ്റ്വർക്ക് പ്രൊമോട്ടഡ് ബൈ NPCI? അത് റൂപേ കാർഡാണ്. വിസ അമേരിക്കയിലത്തെ കുറെ ബാങ്കുകൾ എല്ലാം ചേർന്നിട്ടുള്ളതാണ്. മാസ്റ്റർ കാർഡും അതുപോലെ തന്നെയാണ്. അമേരിക്കൻ എക്സ്പ്രസ് ബാങ്ക് അമേരിക്കയിലത്തെ അമേരിക്കൻ എക്സ്പ്രസ് ബാങ്കിൻ്റെതാണ്. അപ്പൊ ഇതൊക്കെ ഇന്റർനാഷണൽ ആണ്. ഇന്ത്യയുടെ മാത്രമുള്ളത് റൂപേ ആണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ D ഈസ് ദി റൈറ്റ് ഓപ്ഷൻ ഫോർ 84. 85 in which system are interbank funds settled individually and in real time? റിയൽ ടൈം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിത് ഓർമ്മ വരും. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. റിയൽ ടൈം ഓരോ സമയത്ത് വരുന്നതും ഗ്രോസ് ഓരോന്ന് ഇൻഡിവിജ്വലി സെറ്റിൽ ചെയ്യുന്നതും RTGS ആണ്. ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. NEFT ബാച്ച് വൈസ് ആണ്. അത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അവിടെ സെറ്റിൽമെന്റ് ഇൻഡിവിജ്വൽ അല്ല, അത് നെറ്റ് പേയ്മെന്റ് സിസ്റ്റത്തിലാണ്, നെറ്റാണ് ചെയ്യുന്നത്. അപ്പൊ അതല്ല. ECS അഗൈൻ നമ്മളിപ്പോ പറഞ്ഞു, അത് റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ബൾക്ക് പേയ്മെന്റ് റിസീപ്റ്റിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതും ഇത് തമ്മിൽ ബന്ധമില്ല. CTS എന്നാൽ ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം, ചെക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൽ 2 മാത്രമേ ഉള്ളൂ. ഫണ്ട് ട്രാൻസ്ഫർ NEFTയും RTGSഉം. RTGS ആണ് റിയൽ ടൈം, എല്ലാവർക്കും അറിയുന്നതാണ്. സോ 85ന്റെ B ഈസ് ദി റൈറ്റ് ഓപ്ഷൻ. 86 വിച്ച് സിസ്റ്റം എനേബിൾസ് ഇലക്ട്രോണിക് ഇമേജ് ബേസ്ഡ് ചെക്ക് ക്ലിയറിംഗ് സിസ്റ്റം ഇൻസ്റ്റെഡ് ഓഫ്? നമുക്കറിയാം, ചെക്കിൽ വരുന്നത് CTS ആണ്.
സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ പേയ്മെന്റിന്റെ മെസ്സേജിംഗ് സിസ്റ്റം ആണ്. സൊസൈറ്റീസ് ഫോർ ദ വേൾഡ് വൈഡ് ഇന്റർബാങ്ക് ഫൈനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ മെസ്സേജിംഗ് സിസ്റ്റം ആണ്. അതല്ല, ECS നമ്മൾ നേരത്തെ പറഞ്ഞു ബൾക്ക് റെപ്പിറ്റേറ്റീവ് ഇതിനാണ് വരുന്നത്. IMPS ഇറ്റ് ഇസ് എ റെമിറ്റൻസ്. അപ്പൊ നമ്മള് ചെക്കുമായിട്ട് ബന്ധപ്പെട്ടത് CTS ആണ്, ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം. ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം മുമ്പ് എങ്ങനെയാണ് നമ്മൾ ഡ്രോയി ബാങ്കിലേക്ക് ചെക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഡ്രോയി ബാങ്കിലേക്ക് ആരാണോ പേയ്മെന്റ് കൊടുക്കേണ്ടത് ആ ഡ്രോയി ബാങ്കിലേക്ക് അവിടെ എത്തിച്ചു കൊടുക്കാനും മുമ്പ് ചേരുന്നത്. ഇപ്പൊ അത് പോകുന്നില്ല, അത്രത്തോളം പോകുന്നില്ല. കളക്ടിങ് ബാങ്ക് അല്ലെങ്കിൽ അവരുടെ ക്ലിയറിംഗ് ഹൗസിൽ മാത്രമേ ആ ചെക്ക് എത്തുന്നുള്ളൂ. അവിടുന്ന് ഇമേജ് ആണ് ഡ്രോയി ബാങ്കിലേക്ക് പോകുന്നത്. പേയിങ് ബാങ്കിലേക്ക് പോകുന്നത് ഇമേജ് മാത്രമാണ്, ഇലക്ട്രോണിക് ഇമേജ് ആണ് പോകുന്നത്. അത് ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം ആണ്, CTS ആണ്. അതും എല്ലാവർക്കും അറിയുന്നതാണ്. സോ 86 റൈറ്റ് ഓപ്ഷൻ ഈസ് CTS. ക്യാമൽസ് റേറ്റിംഗ് ഓഫ് ബാങ്ക് ഈസ് ഇഷ്യൂഡ്. എന്തിനാണ് ക്യാമൽസ് സിസ്റ്റം? ഓരോ ഇതാണ്. ക്യാപിറ്റൽ, A is asset quality, M is management, E is earning, L is liquidity, S is sensitivity to market risk. ഓരോന്ന് എന്തിനാണ് നോക്കുന്നത്? അതിന്റെ ഫൈനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദ ബാങ്ക് ആണ് ക്യാമൽസിൽ നോക്കുന്നത്. നമ്മൾ 2 ദിവസം മുമ്പ് അത് ഡിസ്കസ് ചെയ്താണ് ക്യാമൽസിന്റെ ഓരോ കാര്യങ്ങളും. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇതിനകത്ത് വരുന്നേ ഇല്ല. ഈ പറഞ്ഞതിലൊന്നും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. എംപ്ലോയിയുടെ പെർഫോമൻസും ഇവിടെ ഒന്നും മെഷർ ചെയ്യുന്നില്ല. ലോൺ റിക്കവറി, അസറ്റ് ക്വാളിറ്റി അതിന്റെ ഒരു ഭാഗമാണെങ്കിലും, ലോൺ റിക്കവറി അസറ്റ് ക്വാളിറ്റിന്റെ ഭാഗമാണ്. പക്ഷെ അതിനകത്ത് അത് മാത്രമല്ല, നമുക്ക് ഫൈനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദ ബാങ്ക് ആണ്. അത് 1 to 5 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 1 is the best thing, 5 is the worst thing. അപ്പൊ അതിന്റെ ടോട്ടൽ മാർക്ക് എടുത്തിട്ട് എവിടെ എത്തുന്നു എന്ന് നോക്കിയിട്ടാണ് ഇതിന്റെ ഫൈനാൻഷ്യൽ ഹെൽത്ത് സ്ട്രോങ് ആണോ അല്ലയോ, അതിന് പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ വേണോ എന്നൊക്കെ പറയുന്നത്. സോ 87ന്റെ റൈറ്റ് ഓപ്ഷൻ ഈസ് CAMELS used to assess financial health of banks. B ആണ് right option. Which of the following forms part of Tier 1 capital? Tier 1 capital ആണ് അതിന്റെ ഏറ്റവും നല്ല ക്യാപിറ്റൽ, ഏറ്റവും പ്യൂറസ്റ്റ് ക്യാപിറ്റൽ. അത് എവിടെ നിന്നാണ്? ഇവരുടെ പ്രൊമോട്ടർ ആരാണോ അവരുടെ ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് റിസർവ്, ഫ്രീ റിസർവ്സ്. അത് റിസർവിൽ ചിലപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ വരും. അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. റീവാലുവേഷൻ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് റൈറ്റ് ഡൗൺ ചെയ്തിട്ട് ഇപ്പൊ 1 രൂപയുള്ള ഒരു പ്രോപ്പർട്ടിക്ക് അത് റീവാല്യൂ ചെയ്യുന്നു. അതാണ് റീവാലുവേഷൻ റിസർവ്. ഫുൾ എമൗണ്ട് എടുക്കില്ല. RBIയുടെ കണ്ടീഷൻ പ്രകാരം 55% ഡിസ്കൗണ്ടിലേ എടുക്കുള്ളൂ. അപ്പൊ അത് അല്ല. സബോർഡിനേറ്റഡ് ഡെറ്റ് വരുന്നത് Tier 2 ആണ്. ഡെറ്റ് ഒക്കെ വരുന്നത് നമുക്ക് കോപ്പറേറ്റീവ് ബാങ്കിന് 10 കൊല്ലം മിനിമം വേണം ഇഷ്യൂ ചെയ്യുമ്പോൾ. ബട്ട് ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് അണ്ടർ Tier 2. ജനറൽ പ്രൊവിഷൻസ് വരുന്നത് Tier 2ലാണ് വരുന്നത്. Tier 1 വരുന്നതാണ് ഇക്വിറ്റി ക്യാപിറ്റൽ. ദാറ്റ് ഇസ് എ പ്യൂറസ്റ്റ് ഫോം ഓഫ് ക്യാപിറ്റൽ. അതിന് നമ്മൾ ഗോയിങ് കൺസേൺ ക്യാപിറ്റൽ എന്ന് പറയും. കമ്പനിക്ക് ആ ബാങ്കിൽ എന്തെങ്കിലും നഷ്ടം വരികയാണെങ്കിൽ ഇതിൽ നിന്നാണ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്നൊന്നും എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ 89ന്റെ റൈറ്റ് ഓപ്ഷൻ ഈ C ആണ് റൈറ്റ് ഓപ്ഷൻ. When asset becomes non-performing asset when interest of principal remains overdue for, ഇത് വളരെ ഈസിയാണ്, നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ്, എല്ലാവർക്കും അറിയുന്നതാണ്. 90 ദിവസം ഓവർഡ്യൂ ആയി കഴിഞ്ഞാൽ ഫ്രം ദ 91st day onwards it becomes NPA. 30 days ആകുമ്പോൾ it is under SMA 0, 1 to 30 days. 60 എന്ന് പറയുമ്പോൾ SMA 1 ആണ് വരുന്നത്. 31 to 60 days. 120 ഡേയ്സിൽ ഇറ്റ് ഈസ് ഓൾറെഡി സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. 90 ദിവസത്തിൽ കൂടുതൽ, 90 ദിവസം കഴിഞ്ഞിട്ട് 91ാമത്തെ ദിവസം മുതലാണ് 90 ഡേയ്സിന്റെ ഡേ എൻഡ് തന്നെ നമ്മൾ മാറ്റും. അത് അപ്പൊ അത് NPA ആവുന്നത് 90 ഡേയ്സ് പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് അടച്ചിട്ടില്ലെങ്കിലാണ് അത് NPA ആവുന്നത്. എവരിബഡി നോസ് ദാറ്റ്. C is the right option. അവസാനത്തെ ക്വസ്റ്റ്യൻ, which act empowers banks to recover dues by enforcing security interest without court intervention? ഇതും എല്ലാവർക്കും അറിയുന്നതാണ്. കോടതിയിൽ പോകാതെ നമുക്ക് പൈസ പിരിപ്പിച്ചെടുക്കാൻ പറ്റുന്നത് സർഫേസി ആക്ട് മുഖാന്തരാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യാനാണ്.
RBI ആക്ട് RBIയുടെ കാര്യങ്ങളാണ് പറയുന്നത്. കമ്പനീസ് ആക്ട് കമ്പനിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. ബാങ്കിന് കോടതിയിൽ പോകാതെ റെസ്ട്രിക്ഷൻസ് എങ്ങനെയൊക്കെ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് സെക്യൂരിറ്റി വരുന്നത് സർഫേസി ആക്ടിലാണ്. സർഫേസി സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്, റീകൺസ്ട്രക്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്, എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. എൻഫോഴ്സിംഗ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് വരുന്നത് സർഫേസി ആക്ടിലാണ്. ബാങ്കുകാരെ സംബന്ധിച്ചോളം വളരെ നല്ലൊരു ആക്ട് ആണ്. അതാണ് 90-ലത്തെ സി. ഇപ്പൊ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ഇതിനകത്ത് കൺഫ്യൂഷന്റെ ആവശ്യം ഒന്നോ അധിക ക്വസ്റ്റ്യൻസിലും ഇല്ല. മേ ബി ഒരു ഡ്രോയർ ഹോൾഡർ എന്നുള്ളത് അവിടെ വരാം. 1-2 ക്വസ്റ്റ്യന്റെ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമുള്ളൂ. അതർവൈസ് ഇറ്റ് വാസ് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. മോസ്റ്റ്ലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാ ക്വസ്റ്റ്യനും 10 ചാപ്റ്ററിലും അത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചിലന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ചിലന്ന് കുറച്ച് ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള